ഒരാളും ഡോക്ടർ അംബേദ്കർ അവാർഡ് ജേതാവുമായ ബഷീർ ഫൈസി ദേശമംഗലം ഉസ്താദാണ്. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉസ്താദിനെ ശ്രവിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ല കേരളത്തിലെ ഉജ്ജ്വല വാഗ്മിയും പ്രഭാഷകനുമാണ് അദ്ദേഹം. കൂടുതലൊന്നും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്ന് അദ്ദേഹമാണ് നമ്മളോട് ക്ലാസ്സിലൂടെ സംവദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാന പുരസ്സരം അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم السلطان ومن شر الشيطان. يا قديم الإحسان يا غفور يا غفار. അഭിനന്ദരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകമെമ്പാടും ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹധന്യരായ സഹോദരന്മാരെ, ദയാലുവും കരുണാമയനുമായ തമ്പുരാൻ നമ്മൊക്കെയും സ്വീകരിച്ചനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ അനുഗ്രഹധന്യമായ സ്വർഗീയ ആരാമത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നാം സ്നേഹിക്കുന്നവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉഷരമായ ഈ കടലോരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തെ
വസന്ത ഭൂമികയാക്കി മാറ്റിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ അഭിവന്യ നായകൻ, കാലം സമ്മാനിച്ച മഹാപ്രതിഭാശാലി ഷെയ്ഖ് സായിദ് സുൽത്താൻ അവരുടെ പരലോക ജീവിതം അല്ലാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മനോഹരമായ പാരമ്പര്യത്തെ വർത്തമാനകാലത്തിന് മനോഹരമായി സമർപ്പണം ചെയ്ത അഭിവന്യ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അവർക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന അബൂദബിയുടെ അഭിമാനമായ ഈ സ്ഥാപനം, അതിന്റെ പ്രഗത്ഭരായ സാരഥികൾ, ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും ഒക്കെ കാലത്തെയും വലിയ അഭിമാനമായ ബഹുമാന്യനായ പത്മശ്രീ യൂസുഫ് അലി സാഹിബിനെ പോലെയുള്ള, ബാവഹാജി സാഹിബിനെ പോലെയുള്ള ഇതിന്റെ പ്രഗത്ഭരായ നേതാക്കൾ അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. അഭിവന്യ സിംസാറിൽ ഹഖ് ഹുദവി അവരുടെ ആത്മഭാഷ്യതമാണ് ഈ വേദിയിൽ നടക്കാറുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നമുക്കൊരു നഷ്ടമാണ്. അദ്ദേഹത്തോട് അല്പം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. എന്ത് പ്രയാസമാണെങ്കിലും അല്ലാഹു തീർത്തുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമൂഹത്തിന് ഏറെക്കാലം ഹൃദയവുമായി സംവദിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശേഷിയെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബുൽ ഇസ്സ അവനോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. അള്ളാഹുവിനോട് ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് കേവലം ആരാധനകളിൽ ഒതുങ്ങിപ്പോകുന്ന ഒന്നല്ല. പരിശുദ്ധ ഖുർആനിലെ ചെറിയൊരധ്യായത്തിൽ ഇസ്ലാമിക ജീവിതത്തിന്റെ സന്ദേശം എന്തെന്ന് സമഗ്രമായി അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അസ്ർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات. അല്ലാഹു പറയുകയാണ്, കാലത്തെ തന്നെയാണ് സത്യം. മനുഷ്യനാകെ പരാജയത്തിലാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. മനുഷ്യരാകെയും പരാജയത്തിലാണ്. അത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. മാസ്മരികമായ പവറുള്ള വാചക ഘടനയാണ് ഖുർആനിന്റെ. മനുഷ്യരാകെയും പരാജയത്തിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഔത്സുക്യം വർദ്ധിക്കുകയാണ്, നമ്മുടെ അഭിവാഞ്ച വർദ്ധിക്കുകയാണ്. എന്താണ് അതിന് കാരണമെന്നറിയാൻ. അപ്പോൾ അല്ലാഹു ഉടനെ അത് ഒരു വിശദീകരണം നൽകി. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ ഒഴികെ. അപ്പോൾ നമുക്കൊരു പുതിയ പ്രതീക്ഷ വരുന്നുണ്ട്. വിശ്വസിച്ച ആളുകൾ ഒഴികെ എന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാവരും പരാജയത്തിലല്ല, ഉണ്ടാകണമെന്നർത്ഥം. തൊട്ടയുടനെ പറഞ്ഞു സുഹൃതങ്ങൾ ചെയ്തവരും ഒഴികെ. അപ്പോൾ ഈമാൻ ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അമലുകളും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരാൾ വിജയിയായിത്തീരുന്നത്.
വിശ്വാസം ഈമാനും അഅമാലും ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ന് അതല്ല. തൊട്ട ഉടനെ അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊരു സാമൂഹിക ബാധ്യതയാണ് അള്ളാഹു പറയുന്നത്. ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഉടമസ്ഥനായ തമ്പുരാനോടുള്ള ഒരടിമയുടെ ബന്ധത്തെക്കുറിച്ചാ പറയുന്ന. ഈമാനും അഅമാലും ഉണ്ടാകുമ്പോഴാണ് വിജയിയാകാൻ കഴിയൂ എന്നതാ അള്ളാഹുവിന്റെ വർത്തമാനം. പിന്നെ പറഞ്ഞതൊരു സാമൂഹിക ബാധ്യതയാ. നിങ്ങൾ പരസ്പരം ഹക്ക് കൊണ്ട് സതുപദേശം ചെയ്യുമ്പോൾ, ക്ഷമ കൊണ്ട് സതുപദേശം ചെയ്യുമ്പോൾ. അപ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യത ഒരാൾക്ക് തീരണമെങ്കിൽ സാമൂഹികമായ ബാധ്യതകളും കടപ്പാടുകളും അവൻ തീർത്തിരിക്കണം എന്നർത്ഥം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കേവല സ്വർഗ നരക ചർച്ചകളെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. കേവലം ഉപരിപ്ലവമായ ചില കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിജാലകങ്ങളിലെ ഏറ്റവും പ്രാധാന്യയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ ആനിമൽ എന്ന നിലയ്ക്ക് ഈ സമൂഹത്തോട് അവനക്കൊരു പ്രതിബദ്ധതയുണ്ട്, സാമൂഹിക പ്രതിബദ്ധതയുണ്ടാകണം എന്നർത്ഥം. അള്ളാഹുവിനോട് കടപ്പാടുള്ളപ്പോൾ, അവന്റെ ഗ്രന്ഥത്തോട് കടപ്പാടുള്ളപ്പോൾ, അവന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി അവിടത്തെയോട് കടപ്പാടുണ്ടാകുമ്പോൾ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെ ഒരുപാട് ബാധ്യതകളെക്കുറിച്ച് ഖുർആൻ നമ്മോട് വർത്തമാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സഹോദരങ്ങൾ, എന്തിന് ഈ സമൂഹത്തോടും പരിസ്ഥിതിയോടും പ്രകൃതിയോടും ഒരു കൊച്ചുറുമ്പിനോട് പോലും നമുക്ക് ബാധ്യതകൾ ഉണ്ട് എന്നർത്ഥം. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാൺസെപ്റ്റ് ഇങ്ങനെയാണ്. 5 വക്ത് നമസ്കരിക്കുക, നോമ്പ് ചെയ്യുക, ഹജ്ജ് ചെയ്യുക, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ഇടപാടിൽ വലിയ കൃത്യതയൊന്നും നമ്മൾ പാലിക്കാറില്ല. നമ്മുടെ ഭാര്യയോടുള്ള ഇടപാടിൽ നമ്മൾ അത്ര വലിയ ബാധ്യതകളൊന്നും പാലിക്കാറില്ല. നമ്മുടെ ഭർത്താവിനോടുള്ള ബാധ്യതയിൽ നമ്മൾ അത്ര കൃത്യമായ ഇസ്ലാമികമായ നിബന്ധനകളൊന്നും പാലിക്കാറില്ല. സ്വന്തം ഒരു സഹോദരനോട് നമ്മളൊന്നും പാലിക്കാറില്ല. ഇതെവിടെയോ നമുക്ക് പിഴച്ചുപോയ ഒരു കാര്യമാണ്. ആരാധനകളെ കൊണ്ട് സ്വർഗത്തിൽ കടക്കമായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ അധ്യായത്തിൽ അള്ളാഹു പറയേണ്ടത് ഈമാനും അഅമാലും ഉണ്ടായാൽ മതി എന്നായിരുന്നു. അള്ളാഹു അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം നിസ്കരിച്ചിട്ട് പോലും നമ്മൾ പലപ്പോഴും ഗീബത്ത് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഹജ്ജിന് പോയി വന്നിട്ട് പോലും നമ്മളൊരു മനുഷ്യന്റെ മാംസം കടിച്ചു കുടയുന്നത്. അല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനോടൊന്ന് പുഞ്ചിരിക്കാൻ പോലും നമുക്ക് മനസ്സില്ലാതെയായിപ്പോയി. ഞാൻ നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരുമിച്ച് കൂടിയ നിങ്ങളെക്കുറിച്ചാണെന്ന് കരുതണ്ട. നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ വന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അത്തബസ്സുമു സ്വദഖ, പുഞ്ചിരി ആരാധനയാണെന്ന് പഠിപ്പിച്ചൊരു മതം. പുഞ്ചിരിച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി വർദ്ധിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. പേഴ്സണൽ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി പേഴ്സണൽ ഡെവലപ്മെന്റ് കോഴ്സ് നടത്തുന്ന ആളുകളുണ്ട്. 5000-ഉം 10,000-ഉം പഠിച്ച് നമ്മുടെ ചെറുപ്പക്കാർ അത്തരം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയാ, പുഞ്ചിരിക്കൂ നിങ്ങൾ. 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി ആരാധനയാണെന്ന് പഠിപ്പിച്ച മതമാ. പുഞ്ചിരിച്ചാൽ ആരോഗ്യം വർദ്ധിക്കുമെന്ന് പറയുന്ന വിശ്വകരന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്. പക്ഷെ ആരാധനയാണെന്ന് പറഞ്ഞൊരു മതം പ്രവേശനത്തിന് അർഹരാകും. നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ ചെരുവിലിരുന്ന് ഒരു മുസ്ലിമിനെ ഗീബത്ത് പറയുന്നവൻ, നമീമത്ത് പറയുന്നവൻ എങ്ങനെ മുഅ്മിനീങ്ങളെ സ്വർഗത്തിന്റെ അവകാശിയാകും? അപ്പോൾ ആരാധനകൾ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞു, നാട്ടിലൊരാൾ ഒരു പുതിയ വീട് വെച്ചാൽ സൊസൈറ്റിയുടെ ഒരു കമന്റ് ഉണ്ട്,
അറബിയുടെ കട്ടുകൂടുന്നാ പറയണത് കേൾക്കണത്. നമ്മൾ ഈബത്തും പറയണ്ടേ? കല്യാണ സദസ്സില്, നിക്കാഹിന്റെ സദസ്സില്, പള്ളി നിസ്കാരം കഴിഞ്ഞ് ഭിത്തിയിലിരുന്നിട്ട് നമ്മുടെ ആളുകളൊരു കമന്റാ. ആലോചിച്ച് നോക്ക്, നിസ്കാരം കഴിഞ്ഞിട്ട് അത് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് എന്താ? ചാക്രികമായ ഒരു ആരാധനക്രമം, ഉപരിപ്ലവമായ കടമകൾ. അത് 5 വക്ത് ഇങ്ങനെ കുമ്പിടുക, കുമ്പിടുക, നിവരുക, ഇത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അങ്ങനെയല്ല. മുഅ്മിനിന്റെ ആരാധനയിൽ അവൻ നന്നായിക്കൊണ്ടിരിക്കണം, ബാധ്യതകൾ നിർവഹിക്കുന്നവനായിരിക്കണം. നമുക്കതിലേക്ക് വരാം. നോക്കൂ, അള്ളാഹു എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യം നമ്മളെ തെര്യപ്പെടുത്തുന്നത്. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ഉടമസ്ഥനായ തമ്പുരാനെ അല്ലാതെ ഒരു ശക്തിയെയും വ്യക്തിയെയും നിങ്ങൾ ആരാധിക്കരുത്. ഇത് ഇസ്ലാമിന്റെ എക്കാലത്തെയും വലിയ മാനിഫെസ്റ്റോവാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ കടന്നുപോയ ജനപഥങ്ങൾക്ക് നേതൃത്വം നൽകിയ സകലമാന പ്രവാചകന്മാരും ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് തൗഹീദ്. ഇത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്ന കാര്യം എന്താ? സ്വർഗത്തെക്കുറിച്ചല്ല, നരകത്തെക്കുറിച്ചല്ല, വിചാരണയെക്കുറിച്ചല്ല, മഹ്ശറയെക്കുറിച്ചല്ല. തൊട്ട ഉടനെ പറഞ്ഞതൊരു വലിയൊരു ബന്ധത്തെക്കുറിച്ചാ. മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമേ. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം ലോകമെമ്പാടും കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായി ആരാധന ചെയ്യുന്നു, ദീനീ സംരംഭങ്ങൾക്ക് ധാരാളം സംഭാവന ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും മാതാവിനോട് മിണ്ടുന്നില്ല, പിതാവിനോട് മിണ്ടിയിട്ട് വർഷങ്ങളേറെയായി. ഒരു ഫോൺ കോൾ ചെയ്യാൻ പോലുമുള്ള സൗമനസ്യം നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ആരാധനയുടെ സ്വീകാര്യത എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? അല്ലാഹു പറയുക, إما يبلغن عندك الكبر أحدهما أو كلاهما. നിങ്ങളുടെ ആരുടെയെങ്കിലും അരികിൽ പ്രായാധിക്യമുള്ള ഒരു മാതാവോ പിതാവോ രണ്ടിലൊരാളോ ഉണ്ടായിരുന്നുവെങ്കിൽ فلا تقل لهما ഉഫ് എന്നുപോലും നിങ്ങൾ അവരോട് പറയല്ലേ. നമ്മുടെ നാട്ടിൽ അതിന് ഭാഷീകരണം നൽകാറുള്ളത് ഉഫ് എന്ന് പറഞ്ഞാൽ ഛേ എന്ന് പറയല്ലേ എന്ന്. സത്യത്തിൽ അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. അറബി ഭാഷാക്രമം അനുസരിച്ച് ഉഫ് എന്നതിന് ഒരു ചെറിയ എക്സ്പ്രഷൻ ഉണ്ടായാൽ പോലും അതിന്റെ പരിധിയിൽ വരും. ഛേ എന്നൊന്നും നമ്മൾ ഉപ്പനോടും ഉമ്മനോടും പറയണ്ട. ഉപ്പയോ ഉമ്മയോ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഛേ എന്നൊന്നും പറയണ്ട. മുഖമൊന്ന് ചുളിഞ്ഞാൽ മതി, കണ്ണിന്റെ പുരികമൊന്ന് വളഞ്ഞൊടിഞ്ഞാൽ മതി, മുഖത്ത് വൈഷമ്യത്തിന്റെ ഒരു നേരിയ എക്സ്പ്രഷൻ ഉണ്ടായാൽ മതി, അതതിന്റെ പരിധിയിൽ വരും. ആലോചിച്ചു നോക്കിയേ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾ പറയൽ ചെയ്യല്ലേ. ولا تنهرهما وقل لهما قولا كريما. പരുഷമായി പെരുമാറല്ലേ നിങ്ങൾ മാതാപിതാക്കളോട്. നിങ്ങൾ അവളോട് ദേഷ്യപ്പെട്ട് പെരുമാറല്ലേ. റെസ്പെക്റ്റിന്റെ വചനമല്ലാതെ നിങ്ങൾ അവരോട് പറയല്ലേ ഖൗലൻ കരീമാ. ആദരവിന്റെ വർത്തമാനമല്ലാതെ ഉപ്പയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കി പറയല്ലേ. അല്ലാഹു പറയുകയാണ്, വഖ്ഫിർ ലഹുമാ ജനാഹ الذل من الرحمة
എന്തൊരു മനോഹരമായ പദപ്രയോഗങ്ങളാണ്. നിങ്ങൾ അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കേണമേ. ഞാനിത് പറയുമ്പോൾ എന്റെ ഉപ്പയെ ഓർക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉപ്പയെ ഒന്ന് ഓർക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ ഒന്ന് ഓർക്കും. പ്രയാസങ്ങളുടെയും ദുരിതത്തിന്റെയും ഒരു കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നമ്മൾ കഴിഞ്ഞുപോയ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓറിയോൺ കോറിയോൺ എന്ന് പറയുന്ന ഗർഭാശയത്തിന്റെ ആവരണങ്ങൾക്കുള്ളിൽ നമ്മൾ കിടക്കുമ്പോൾ ദീർഘമേറിയ 9 മാസം പാവം നമ്മുടെ ഉമ്മ നമ്മെ ചുമന്നു. പാതിരാത്രികളിൽ കുഞ്ഞായി നമ്മൾ അവിടെ കിടന്ന് ചിലപ്പോൾ ഉമ്മാന്റെ ഗർഭാശയ ഭിത്തിലേക്ക് കാലുകൊണ്ട് ചവിട്ടി, കൈയിന്റെ മുഷ്ടി ചുരുട്ടി കുത്തി. ഉമ്മ എപ്പോഴെന്താ പ്രതികരിച്ച്? നിങ്ങളുടെ പലരുടെയും ഉപ്പായും ഉമ്മായും ഖബറിലാണ്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണടക്കുക എല്ലാവരും. നിങ്ങളുടെ ഉപ്പയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരൂ, ഉമ്മയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരൂ. ദൂരെ കേരളത്തിന്റെ കരയിലെവിടെയോ വഴിക്കണ്ണുമായ ഉമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഉപ്പ കാസരോഗിയായി മൂലയിലെവിടെയോ ചുമച്ച് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഉമ്മ ഏതോ ഒരു പള്ളിക്കാട്ടിലെ ഖബറിസ്ഥാനിലാണ്. നിങ്ങൾ ഗൾഫിൽ വന്ന് ഇത്രയധികം സമ്പത്തുണ്ടാക്കി, ഇതൊന്നും ഒരുപക്ഷെ ഉമ്മ അറിയാതെ ഖബറിന്റെ ഉള്ളിലാകും. ഒരുപക്ഷെ ദുരിതത്തിലും പ്രയാസത്തിലുമായിരിക്കും നിങ്ങൾ ഈ പ്രവാസം ജീവിച്ചു തീർക്കുന്നത്. അപ്പോഴും എന്റെ മോൻ സന്തോഷത്തിൽ കഴിയട്ടെ എന്ന പ്രാർത്ഥനയുമായി ജീവിച്ചിരിക്കുന്ന ഒരു ഉപ്പയുണ്ട്. തുറന്നോളൂ കണ്ണ്. നമ്മൾ ഈ ഉമ്മയുടെ ഗർഭാശയ ഭിത്തിയിലേക്കാണ് ആഞ്ഞു ചവിട്ടിയത്. എല്ലാവരും ഉറങ്ങുമ്പോ എന്റെ പൊന്നുമ്മ ഉണർന്നെഴുന്നേറ്റ് അടിവയറ് അതിശക്തമായി കടയുമ്പോ അതിനെ തടവിക്കൊണ്ട് നമ്മളോട് ദേഷ്യപ്പെട്ടില്ല. നമ്മളെ ശാപവചനങ്ങളെ കൊണ്ടൊന്നും പറഞ്ഞില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പൊന്നുമോൻ എന്നല്ലേ ഉമ്മ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, പല കണ്ണുകളും നിറയുന്നു. അല്ലാഹുവേ, ഖബറിലാണെങ്കിൽ നീ ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിലൊന്ന് കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. നമ്മൾ ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടില്ലേ ഉപ്പയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ? അങ്ങനെ പോലും പറയാൻ പാടില്ലെന്ന് പറഞ്ഞ തമ്പുരാൻ അനുഗ്രഹത്തിന്റെ ചിറകുകൾ, കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ താഴ്ത്തിക്കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഒരു അമ്മക്കിളി, ഒരു കോഴി പരുന്ത് റാഞ്ചാൻ വരുമ്പോൾ തന്റെ അമ്മയോട് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിറകിന്റെ ഉള്ളിലേക്ക് അണച്ചു പിടിക്കുന്നത് കണ്ടിട്ടില്ലേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ? ചിറകെന്ന് പറയുന്നത് ഒരു സംരക്ഷണ കവചമാണ്. മാതാപിതാക്കളെ നിങ്ങൾ സംരക്ഷിക്കൂ എന്നതാണ് അതിന്റെ അർത്ഥം. ചിറകെന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യം കൂടിയാണ്. ആകാശത്തേക്ക് പറക്കുന്നത് ചിറക് കൊണ്ടാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കൂടുകയാണ്. ഉമ്മാക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂ നിങ്ങൾ, ഉപ്പയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂ നിങ്ങൾ. അടച്ച് നിങ്ങളുടെ പരുക്കൻ കസേരയിൽ നിങ്ങളങ്ങനെ അവരെ ഇരുത്തിക്കളയല്ലേ നിങ്ങൾ. അവർക്കൊരു സ്വാതന്ത്ര്യമില്ലേ? ഉമ്മ ഉപ്പ കസേരയിൽ മുന്നിലിരിക്കുമ്പോ നമ്മൾ നല്ല ഡ്രസ്സ് ധരിച്ച് ചിലപ്പോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഉപ്പ ചോദിച്ചു, മോനെ എങ്ങോട്ടാടാ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ നമ്മുടെ ഡയലോഗ്. ഉപ്പ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് ചോദിക്കും നമ്മളോട്, നല്ല പ്രായമുള്ള ഉമ്മ, അതെന്താടാ മോനെ? നിങ്ങൾക്കൊരു പണിയില്ലേ? നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ? ആര്? ഉമ്മയോട് പറയാ, പൊന്നുമോനെ, ഞാനൊന്നും ചോദിച്ചിട്ടുണ്ടടാ ചെറുപ്പകാലത്ത്. കിളി വന്ന് മരത്തിലിരുന്നപ്പോ ഉപ്പാന്റെ കൈ പിടിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അതെന്താ? ഉപ്പ പറഞ്ഞു, അതിന്റെ ഒരു കിളിയാ. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, വീണ്ടും ചോദിച്ചു, അതെന്താ? അതൊരു വണ്ടിയാ. ഇങ്ങനെ ചോദ്യം ഒരുപാട് ആവർത്തിച്ചപ്പോ എന്റെ ഉപ്പ എതിർത്തിട്ടില്ല. നിങ്ങളുടെ ഉപ്പ അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. എത്ര ചോദ്യം ചോദിച്ചാലും ഉപ്പ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഉമ്മച്ചി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉമ്മക്ക് പ്രായമാ, ഒരു മറുപടിക്ക് പോലും സമയമില്ലല്ലോ എനിക്ക്. ഒരു മറുപടിക്ക് പോലും മറുപടി പറയാൻ നമുക്ക് സമയമില്ലല്ലോ. ആലോചിച്ചു നോക്ക്, ബാല്യത്തിന്റെ ഒരു കാലം കഴിഞ്ഞു പോയില്ലേ? ഒന്നുമാവാത്ത നിസ്സഹായരായിരുന്ന ഞാൻ മുട്ടുകുത്തി നടന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ?
ബാല്യത്തിൽ നമ്മളിങ്ങനെ ഉപ്പായുടെ കൈ പിടിച്ച് സ്കൂളിലും മദ്രസയിലും പോയ ഒരു കാലമായി കഴിഞ്ഞു പോയിട്ടില്ലേ? പാടവരമ്പിലൂടെ പ്രഭാതങ്ങളിൽ മദ്രസയിലേക്ക് നമ്മളെ അയക്കുമ്പോ വഴിക്കണ്ണുമായി ഉമ്മ നോക്കി നിന്നൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഒന്ന് വരാൻ വൈകിയാൽ, കളി കഴിഞ്ഞൊന്ന് എത്താൻ വൈകിയാൽ ഉമ്മ ബേജാറോടെ മുന്നിൽ നിന്ന് ഇത്തിരി ദേശത്തിന്റെ ഗൗരവത്തിന്റെ ആവരണം മുഖത്തുണ്ടെങ്കിലും ഉള്ളിൽ മനസ്സ് പെടഞ്ഞിട്ട് കാത്തിരുന്നിട്ടില്ലേ? എന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ കാത്തിരുന്നിട്ടില്ലേ? എന്നിട്ട് വളർന്നു വലുതായപ്പോ ഇത്തിരി നേരം ഒന്ന് സംസാരിക്കാൻ നമുക്കും വരും കാലം മുഅ്മിനീങ്ങളെ. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യന് 3 പീരിയഡ് ഉണ്ടെന്ന്. ഫസ്റ്റ് പീരിയഡ് ഹോസ് പീരിയഡാണ്, കുതിരപ്രായമാണ്. ഈ ഇരിക്കുന്ന ഈ തടിച്ചുകൂടിയ ഈ സദസ്സില് ഒരു 80% ആളുകളും കുതിരപ്രായക്കാരാണ്. എന്ന് വെച്ചാൽ ഒരു 25 വയസ്സിന്റെ ആളുകളാണ്. എന്താണ് ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകത? നമ്മൾ ഈ വീട്ടിലേക്ക് മോട്ടോറൊക്കെ വാങ്ങുമ്പോൾ പറയാറുണ്ടല്ലോ 2000 ഹോഴ്സ് പവർ ഉള്ള സെറ്റ് വേണമെന്ന്. എന്താ അതിന്റെ അർത്ഥം? കുതിരപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാ നിങ്ങളൊന്ന് കരഞ്ഞുപോയി അതൊന്ന് മാറട്ടെ എന്ന് കരുതിയ വിഷയം തൽക്കാലം ഒന്ന് മാറ്റിയതാണ്. കുതിരപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായ, ചോദ്യം ചെയ്യാൻ ഒരാളില്ല, എനിക്കെന്തും കഴിയും. നമ്മുടെ വൈനുകളിലൂടെ ബ്ലഡ്, അതിന്റെ സർക്കുലേഷൻ നന്നായി നടക്കുന്ന ഒരു പ്രായമാണ്. നെക്സ്റ്റ് ഒരു പീരിയഡ് വരാനുണ്ട്, ഹോസ് പീരിയഡ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. കഴുതപ്രായം, അല്ല സോറി, ഡോങ്കി പീരിയഡ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഡോങ്കി? ഡോങ്കി ഒന്ന് പറയൂ. കഴുത. ഈ ഉത്തരേന്ത്യയിലൊക്കെ കഴുതകളാണ് ഭാരം ചുമക്കുന്നവർ. നമ്മുടെ അവിടെ ട്രക്കുകളൊന്നും അവിടെയും വലിയ ഹിമസാനുക്കൾക്ക് മുകളിലേക്ക് കയറിപ്പോകാത്തത് കൊണ്ട് ട്രക്കുകളാണ് ഈ കഴുതകളെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഭാരം ചുമക്കുന്നവരാ. ഒരു 25 മുതൽ ഒരു 50 വയസ്സ് വരെ ഭാരം ചുമക്കുന്ന ഒരു പ്രായമാണ്. അതാണ് ഏജ്. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്തൊക്കെ ഭാര നമ്മളിപ്പോ ചുമക്കുന്നു. കല്യാണം കഴിച്ചു, കുട്ടികളായി. ഇപ്പൊ പ്രവാസികൾ മാത്രമല്ല, പുറത്തുള്ളവരാണെങ്കിലും ഉമ്മയെ ഒന്ന് ആശുപത്രി കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോഴേക്കും വാപ്പ ഡിസ്കിന് കംപ്ലൈന്റ് ആയി വീണു, അപ്പോഴത്തേനും ഭാര്യയ്ക്ക് അസുഖമായി, അപ്പോഴത്തേനും സ്കൂളിൽ എന്തോ സംഭവിച്ചു. ഇങ്ങനെ നിരന്തരം ടെൻഷനായ ഒരു കാലഘട്ടമാണ്. അള്ളാഹു ഫ്രീ നൽകുമാറാകട്ടെ, അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും മനസ്സ് നൊമ്പരപ്പെടുന്നത് ഞാൻ അറിയുന്നു. അമ്പരത്തിന്റെ രക്ഷിതാവേ, നൊമ്പരങ്ങൾ അറിയുന്ന നാഥനെ, നീ ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. അങ്ങനെ ഒരവസ്ഥയിലാ നമ്മൾ. നിങ്ങൾക്ക് ഫോൺ കോൾ വരുന്നുണ്ട്, അവിടെ വീടിരിക്കാൻ പോണം, അതുകൊണ്ടൊരു കോയിൻസ് തരണം. ഇപ്പം ഭാര്യമാര് വിളിച്ചു പറയുന്ന ഒരു ഡയലോഗ് അതാ, ഇപ്പൊ കോയിൻസാ അല്ലേ? ഇത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നാട്ടിലൊരു കല്യാണമുണ്ട്, നല്ല കാര്യമാ, ഉടനെ നിങ്ങൾക്ക് ഫോൺ വരുന്നു. നിങ്ങൾ ഇവിടെ നന്നായി എങ്ങനെ ബുദ്ധിമുട്ടുന്നവർ അറിയുന്നില്ല. അതുകൊണ്ട് 2 മാസമെങ്കിലും ഭാര്യമാരെ നിങ്ങളെല്ലാവരും അബൂദബിയിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന് ഞാൻ സജഷൻ ചെയ്യുകയാണ്. കാണട്ടെ അവർ ഈ നാടൊന്ന്, അനുഭവിക്കട്ടെ ഈ പ്രയാസമൊന്ന്. അവിടെ നമ്മൾ റോയൽ മിറാജിന്റെ സ്പ്രേ അടിച്ച് ഹീലുള്ള ചെരുപ്പിട്ട് വലിക്കുന്നവർ റോത്ത്മാൻസിന്റെ കവർ കയ്യിൽ താങ്ങി നന്നായി ഇങ്ങനെ നടക്കുമ്പോൾ അവർ കരുതി ഭയങ്കര സെറ്റപ്പാ. ആണ്, ഒരു 15% അങ്ങനെ തന്നെ, അള്ളാഹു നിലനിർത്തട്ടെ. പക്ഷെ ഇവിടെ ആട്ടുംകൂട് പോലെയുള്ള റൂമിൽ, 2-3 തട്ടുകളുള്ള റൂമിൽ, ബാത്റൂമിന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നു ഒരാൾക്ക് വേണ്ടി. ഉണ്ടാക്കിയ കുബൂസ് പിറ്റേന്ന് കഴിച്ച് ചിലപ്പോൾ ഇന്നലെ ഒരാൾ പറഞ്ഞു, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റില്ല ഉസ്താദെ, എനിക്ക് തരുന്നതിന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം പറഞ്ഞതാണ് അവർ. ഇവിടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് ഒന്നിച്ചാണ് പരിപാടിയെന്ന്. ആയിക്കോട്ടെ, ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുക, ഇതവരറിയുന്നില്ല. അപ്പൊ ഇത് പ്രയാസത്തിന്റെ ഒരു പീരിയഡാ. ഇനിയൊരു പീരിയഡ് വരുന്നുണ്ട്, ഇനിയൊരു കാലം വരാൻ പോകുന്നുണ്ട്. ഡോഗ് പീരിയഡ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. നായപ്രായം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ നായപ്രായം? എന്താ നായപ്രായം? പറഞ്ഞോളൂ. ഓ യെസ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. നായയുടെ ജോലി എന്ന് പറഞ്ഞ കാവല് നിൽക്കുക എന്നുള്ളതാ. വലിയ വലിയ രമ്യഹർമ്മ്യങ്ങളുടെ മുന്നിൽ മനോഹരമായ കൂട്ടിൽ നായകൾ കാവൽക്കെടുക്കുന്നുണ്ട്. നായ കരുതുന്നത് എന്താ? ഈ വീട് എന്റെയാ, ഞാനാണിതിന്റെ രക്ഷാധികാരി, ഞാൻ അതിന്റെ എല്ലാം. ആരെങ്കിലും ഗേറ്റിൽ വന്നാൽ വിളിച്ചാൽ നായ ഇങ്ങനെ കുരക്കും. നായക്ക് അതേ അറിയുള്ളൂ, അല്ലേ? അങ്ങനെ ഒരു പീരിയഡ് വരാൻ പോകുന്നുണ്ട്. അല്ലാഹു കാക്കട്ടെ.
60 വയസ്സ് കഴിഞ്ഞാൽ രോഗബാധിതനായി. ഏതൊക്കെ രോഗങ്ങളുടെ ഇനങ്ങളുണ്ടോ അതൊക്കെ നമ്മെ ബാധിക്കാൻ തുടങ്ങി. സമൂഹത്തിലെ ഉന്നതനായി നടന്നിരുന്നയാളാ നമ്മൾ. സകല അസോസിയേഷന്റെയും ആളുകളായി നടന്നവരാ നമ്മൾ. സകല പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാരായി നടന്നവരാ നമ്മൾ. മഹല്ല് കമ്മിറ്റികളുടെ ഭാരവാഹികളായി നടന്നവരാ നമ്മൾ. നാട്ടിൽ അടിച്ചു പൊളിച്ച് നടന്നവരാ നമ്മൾ. പക്ഷേ ഇപ്പൊ ഡിസ്കിന് കംപ്ലൈന്റാ, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. മകൻ ഇപ്പൊ ഗൾഫിലാണ്, അല്ലെങ്കിൽ നാട്ടിലാണ്. നമുക്കൊരു കസേര മകൻ വാങ്ങിത്തന്നിട്ടുണ്ട്, ചാരിക്കിടക്കാൻ ഒരു കസേര. അതിലിങ്ങനെ ചാരിക്കിടക്കുമ്പോ മകനുണ്ടാക്കിയ പുതിയ വീടിന്റെ മുന്നില് ഒരാൾ വന്നാൽ നമ്മൾ എഴുന്നേൽക്കാൻ കഴിയാതെ പറയാറില്ലേ? ആളില്ലേ എന്ന് ചോദിച്ചാൽ നായയുടെ പോലെ. അല്ലാഹു കാക്കട്ടെ. അങ്ങനെയൊക്കെ ചിലരിപ്പോ അനുഭവിക്കുന്നുണ്ട്. മക്കള് മൈൻഡ് ചെയ്യണില്ല, ആൾക്കാർ മൈൻഡ് ചെയ്യണില്ല. ആളില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. നഊദു ബില്ലാഹ്. നായയുടെ ഒരു അവസ്ഥയല്ലേ അത്? ഈ വല്യപ്പ കരുതിയതെന്താ? ഈ വീടെന്റേന്ന്? ഇല്ല, അവനതിലൊരു പങ്കുമില്ല. പോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം എന്റെയാ? ഇല്ല, അവതിലൊരു പങ്കുമില്ല. മരുമകൾ ഇറങ്ങിപ്പോകുന്നു മുന്നിലൂടെ, ഒരു വാക്ക് പറയില്ല. മകൻ ഇറങ്ങിപ്പോകുന്നു, കല്യാണത്തിന്, അടിയന്തരത്തിന്, ഫംഗ്ഷൻസുകൾക്ക് പോകുന്നുണ്ട്. എങ്ങോട്ടാന്ന് ചോദിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇരിപ്പ ഇല്ലേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ടല്ലേ വൃദ്ധസദനങ്ങളിലേക്ക് ഉപ്പമാർ നയിക്കപ്പെട്ടത്, ഉമ്മമാർ നയിക്കപ്പെട്ടത്. കോഴിക്കോടും കൊച്ചി നഗരങ്ങളിലും മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ വളർന്നു വരികയാണ് വൃദ്ധസദനങ്ങൾ. അല്ലാഹു കാക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? വൃദ്ധസദനങ്ങളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എവിടെ പോയി കിടക്കുക? അത് വരട്ടേന്ന് അത് വരക്കുക, വരണ്ടാന്ന് വരക്കുക. കുറെ ആൾക്കാരൊക്കെ പുറത്താക്കി തുടങ്ങിയിരിക്കുക. ഇത് കാലത്തിന്റെ ഒരു ചാക്രികതയാ. നമ്മൾ നമ്മുടെ ഉപ്പച്ചിയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഒരു ഇടി മുഴക്കം പോലെ ഇത് മുഴങ്ങട്ടെ, എഴുതി വെച്ചോളൂ. ഉപ്പയെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മച്ചിയെ നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാലത്തിന്റെ അനിവാര്യമായ ഫലമായി നമ്മുടെ മക്കൾ നമ്മളെ അങ്ങനെ അവഗണിക്കുന്ന ഒരു കാലം വരും. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ واخفض لهما جناح الذل من الرحمة. കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണമേ. ആ വാക്കിന്റെ ഒരു വാത്സല്യം എന്താ? വാത്സല്യത്തിന്റെ മുഴുവൻ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അല്ലാഹു അതിൽ പാലിക്കുന്നുണ്ട്. കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണമേ. ആ വാക്ക് തന്നെ ഒരു ഒഴുക്കല്ലേ? ആ വാക്ക് തന്നെ കരച്ചിലുണ്ടാക്കുന്നൊരു ഘടനയല്ലേ അതിന്റെ? ഞാനിത് പറയുമ്പോ ദൂരെയുള്ള എന്റെ ഉമ്മയെ ഓർക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർക്ക്. പറ്റിപ്പോയിട്ടില്ലേ നമുക്ക് പിഴവുകൾ? നിങ്ങൾ ദുആ ചെയ്യണമേ, അല്ലാഹുവേ എന്റെ മാതാവിന് പിതാവിന് അനുഗ്രഹം ചെയ്യണമേ. ഞാൻ കൊച്ചുനാളിൽ അവരെന്നോട് കരുണ കാട്ടി, എന്റെ ബാല്യകൗമാരങ്ങളിൽ അവരെന്നോട് കാരുണ്യം കാണിച്ചു. അതുകൊണ്ട് നാഥനെ നീ അവരോട് റഹ്മത്ത് ചെയ്യണമേ എന്ന് ദുആ ചെയ്യണമേ എന്ന് അല്ലാഹു പറയുകയാണ്. 5 കാര്യങ്ങളാ അല്ലാഹു ഈ വേദവാക്യത്തിൽ നമ്മെ പഠിപ്പിച്ചത്. 1, വല തഖുൽ ലഹുമാ ഉഫ്. ഒരു ചെറിയ വിഷമത്തിന്റെ എക്സ്പ്രഷൻ പോലും നിങ്ങൾ അവരോട് കാണിക്കല്ലേ. 2, കുല്ലഹുമാ വല തൻഹറുഹുമാ. പരുഷമായി പെരുമാറല്ലേ. 3, ഖൗലൻ കരീമ. നിങ്ങളുടെ ആദരവോടെ സംസാരിക്കൂ നിങ്ങളുടെ ഉപ്പയോട് ഉമ്മയോട്. 4, വഖ്ഫുൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. അനുഗ്രഹത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണമേ. 5, വഖുർ റബ്ബിർഹുമാ ഹർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 5 കാര്യങ്ങൾ തൗഹീദ് പറയുന്നതിന്റെ തൊട്ടയുടനെ അല്ലാഹു നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അത്ഭുതമേ, വിസ്മയമേ പരിശുദ്ധ ഖുർആൻ. ആലോചിച്ച് നോക്കിയേ, ഒരാൾ നിസ്കരിച്ചത് കൊണ്ടപ്പോ സ്വർഗത്തിൽ പോകുമോ?
നോമ്പ് നോറ്റതുകൊണ്ട് സ്വർഗത്തിൽ പോകുമോ? ഇബാദത്ത് കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ കടക്കുമോ? കടക്കണമെങ്കിൽ ഈ ബാധ്യതകൾ പാലിക്കണം. മഹാനായ പ്രവാചകനല്ലെങ്കിലും പ്രവാചകനല്ലാത്ത ഒരാളുടെ പേരിൽ ഒരു അധ്യായം ഖുർആനിലുണ്ട്. ഏതാണത്? ആരാ? പ്രവാചകരാണെന്നൊരു അഭിപ്രായമുണ്ട്. ആരാ? പറഞ്ഞോളൂ. കേട്ടില്ല. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം പ്രവാചകനാണെന്നാണ് പ്രമുഖമായ അഭിപ്രായം. നമ്മൾ അതിന്റെ തർക്കത്തിലേക്ക് പോകണ്ട. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അവർ മകനോട് ഒരിക്കൽ പറഞ്ഞു, മോനെ, എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു സാധനം വേണമെടാ, നീ കൊണ്ടുവാ. മകൻ ഓടിപ്പോയി. നമ്മുടെ മകനാണ് ചോദിക്കും, വാപ്പച്ചി എന്തൊട്ട് വർത്താനാണ് ഈ പറയുന്നത്? സ്വർഗം ഇവിടെ ഒന്നുമില്ലല്ലോ. ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ഒരു സാധനം ഇപ്പോൾ ലഭ്യമാണെങ്കിൽ ഒരേ ഒരു സാധനമേ ഉള്ളൂ. ഏതാണത്? ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയിപ്പിക്കണം എന്തിനാണെന്നറിയാം. ഞാനിങ്ങനെ പ്രസംഗിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ഞാനും നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ ആലിമ്യങ്ങളൊക്കെ സദസ്സിലുണ്ട്. ഏതാണത്? സ്വർഗത്തിലൊരു സാധനം ഇപ്പോൾ ഭൂമിയിലുണ്ട്. ഏതാണത്? ഹജറുൽ അസ്വദ് കാണാനും അവിടെ ചെല്ലാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മകൻ ഓടിപ്പോയി. അല്പസമയം കഴിഞ്ഞു. ഒരു പൊതി കൊണ്ടുവന്നു വാപ്പാന്റെ കയ്യിൽ കൊടുത്തപ്പോ ലുഖ്മാനുൽ ഹക്കീം തങ്ങളത് തുറന്നു. അതിൽ മണ്ണാ കണ്ടത്, പൊടിമണ്ണാ കണ്ടത്. ചോദിച്ചു, പൊന്നുമോനെ, സ്വർഗത്തിലെ സാധനം ചോദിച്ച് നീ എന്താടോ മണ്ണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് മണ്ണല്ലേ? അപ്പൊ മകൻ പറഞ്ഞ മറുപടി, പിതാവേ, ഇത് സ്വർഗത്തിലെ ഇത് സ്വർഗത്തിലെ മണ്ണാണ്. ലുഖ്മാനുൽ ഹക്കീം പറഞ്ഞു അപ്പോൾ അലൈഹിസ്സലാം, സ്വർഗത്തിലെ മണ്ണ് ഇതല്ലല്ലോ പൊന്നുമോനെ, അത് രത്നമാ, ഗോമേതകമാ, മരതകമാ, വജ്രമാ, വൈഡൂര്യമാ, പവിഴമാ, മുത്താ, സ്വർണമാ, വെള്ളിയ. അതാണ് സ്വർഗത്തിലെ മണ്ണ്. കാറ്റൊന്നു വീശിയാൽ സ്വർഗീയ ആരാമങ്ങളിൽ കുണുങ്ങിയൊഴുകുന്ന സ്വർഗീയ നദികളുള്ള ആരാമങ്ങളുടെ തീരങ്ങളിൽ മാറുന്നത് ഇതാണ്. ഇതിന്റെ തരികളാണ് സ്വർഗത്തിലെ. ഇത് മണ്ണല്ലേ? അപ്പൊ മകൻ പറഞ്ഞു, അല്ല വാപ്പച്ചി, ഇത് സ്വർഗത്തിലെ മണ്ണാണ്. ഞാൻ എന്റെ ഉമ്മാന്റെ അരികിൽ പോയി ഉമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, ഉമ്മ, കാലൊന്ന് പൊക്കിത്തന്നേ. കാലൊന്ന് പൊക്കിപ്പിടിച്ച്. എന്റെ ഉമ്മ കാല് പൊക്കിപ്പിടിച്ചപ്പോ കാലിന്റെ അടിയിൽ പറ്റിക്കിടക്കുന്ന മണ്ണ് ഞാൻ വടിച്ചതിലേക്കിട്ടു. ഇതാണ് സ്വർഗത്തിലെ മണ്ണ്. പൂർവവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, അൽ ജന്നത്തോ അൽ ജന്നത്തോ അൽ ജന്ന തഹത ഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാലിന്റെ കീഴിലാണ് സ്വർഗമേ. ഉമ്മയുടെ കാലിന്റെ കീഴിലാ സ്വർഗം. ഇത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി അവിടെന്നും പറയുന്നുണ്ട്. പൂർവവേദ ഗ്രന്ഥങ്ങളിലും ഇതുണ്ട്. ഉമ്മയുടെ കാലിന്റെ കീഴിൽ സ്വർഗമാ, അതുകൊണ്ടാ ഞാൻ മണ്ണ് എടുത്തത്. ബുദ്ധിമാനായ പിതാവിന്റെ അതിബുദ്ധിമാനായ മകൻ. ദ ഫിലോസഫർ ഓഫ് ഇസ്ലാം, ഇസ്ലാമിലെ താത്വികാചാര്യനാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം. ധാരാളം സംഭവങ്ങൾ അദ്ദേഹത്തിന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിബുദ്ധിമാനായ മകൻ ബുദ്ധിമാനായ പിതാവിനോട് പറഞ്ഞു. നെഞ്ചു കലങ്ങി ആ വലിയ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി, അതരപുടങ്ങൾ വിതുമ്പി വിറച്ചു. തന്റെ പൊന്നുമകനെ നെഞ്ചത്തേക്ക് ചേർത്തു പിടിച്ച പിതാവ് വിതുമ്പി കരഞ്ഞു പറഞ്ഞു, മകനെ, പറയടാ മുത്തേ, പറയടാ മുത്തേ, ഉമ്മാന്റെ കാലിന്റെ കീഴിൽ മാത്രമല്ലടാ, ബാപ്പച്ചിയുടെ കാലിന്റെ കീഴിലും സ്വർഗമാ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങളിലേക്ക് നോക്കിയാൽ ഇബാദത്താണ്, പുണ്യമാണ്.
3 കാര്യങ്ങളിലേക്ക് ഈ ദുനിയാവിൽ. കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഅബയിൽ പോയി ഹജ്ജ് ചെയ്യൽ വലിയ പുണ്യമാ, ഉംറ ചെയ്യൽ പുണ്യമാ, തവാഫ് ചെയ്യൽ പുണ്യമാ, അവിടെ നിസ്കരിക്കൽ വലിയ പുണ്യമാ. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഹറം ഷെറീഫിൽ ഇങ്ങനെ ഇരുന്നു 10,000 ലക്ഷക്കണക്കിന് ആളുകൾ പരിചംക്രമണം ചെയ്യുന്ന തവാഫ് ചെയ്യുന്ന കാഴ്ച നിങ്ങൾ ഇങ്ങനെ മസ്ജിദുൽ ഹറമിൽ ഇങ്ങനെ ഇരുന്നു നോക്കി. എന്നിട്ട് കഅബയുടെ ആ കറുത്ത ശീലയില്ലേ, ഉമ്മുജൂദ് എന്ന ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ആ ശീല, കഅബയുടെ കില്ല, അതിലേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കി. അത് ഇബാദത്താ മുഹമ്മദ് മുസ്തഫ. ദേശമംഗലത്തെ പള്ളിയിലേക്ക് നോക്കിയാൽ ഈ അർത്ഥത്തിൽ കൂലി ലഭിക്കില്ല. മമ്പുറം പള്ളിയും ഭീമാപ്പള്ളിയും പുത്തമ്പള്ളിയും ഒക്കെ ആ അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഒക്കെ നാട്ടിലെ പള്ളി ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു കൂലി അതിലേക്ക് നോക്കിയാൽ കിട്ടില്ല. നോക്കി എന്നതുകൊണ്ട് കൂലി കിട്ടില്ല. പക്ഷെ ലോകത്തിൽ കഅബയിലേക്ക് നോക്കിയാൽ കൂലി കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി. പോകണ്ടേ നമുക്ക്? അല്ലാഹു നമുക്കങ്ങനെ ഒരു സൗഭാഗ്യം കാത്തു തരുമാറാകട്ടെ. രണ്ടാമത് പുണ്യനബി പറഞ്ഞത് ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാ, ഇബാദത്താ. ഖുർആൻ വായിച്ചാൽ ഓതിയാൽ കൂലി കിട്ടും. ഇനി നിങ്ങൾക്ക് ഓതാൻ അറിയില്ല, ചുമ്മാ നോക്കിയിരുന്നാൽ മതി, വെറുതെ ഇരുന്നാൽ മതി. നമ്മൾ ചിലപ്പോഴൊക്കെ ഖുർആൻ ഓതുമ്പോ ഈ അസീൻ ഓതുന്നവരാ, ഓതുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാതെ അറിയും എന്ന മികവ് കൊണ്ട് കാണാതായി ഓതാറുള്ളത്. പക്ഷെ അപ്പോൾ ഒരു കൂലിയെ ലഭിക്കുകയുള്ളൂ. കാണാതെ ഓതിയാൽ ഒരു കൂലി, കണ്ടോതിയാൽ 2 പ്രതിഫലം ലഭിക്കും. 2 നോക്കി എന്ന പ്രതിഫലം എക്സ്ട്രാ ബെനിഫിറ്റായി ലഭിക്കും. ഒന്ന് കഅബയാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിനോട് ബന്ധപ്പെട്ടതാ, ബൈത്തുള്ളയാ. 2 ഖുർആനാ പറഞ്ഞത്, അത് കലാമുള്ളയാ. 2 അള്ളാഹുവിനോട് ബന്ധപ്പെട്ടത്. 3 പറയേണ്ടത് അള്ളാഹുവിനോട് ബന്ധപ്പെട്ട ഒന്നാണ് പറയേണ്ടത്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് 3 അന്നമറു ഇലാ വജ്ഹിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കൽ ഇബാദത തഹ റസൂലുള്ളാഹി. വഫി റിവായത്തിൻ ഉഖ്റ, വേറെ ഒരു റിപ്പോർട്ട് പ്രകാരം മാതാവിന്റെ മാത്രമാണെന്നും ഉണ്ട്. ആലോചിച്ചൊക്കെ, ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു, നമ്മൾ എത്ര കണ്ടതാ അല്ലേ? ഇല്ല, മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മൾ കണ്ടിട്ടില്ല. ഈ അർത്ഥത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? കൂലി ലഭിക്കുമെന്ന് നിങ്ങൾ എന്തെങ്കിലും നാട്ടിൽ പോകുമ്പോൾ, പുറത്തിരുന്ന് ഈ ക്ലാസ് കേൾക്കുന്നവർ ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ, ഇന്ത്യൻ ടൈം എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തെങ്കിലും നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഉമ്മാനെ അടുത്ത് വരുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞൊരു സമയത്ത് പോയിട്ട് പറയാം, ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് മുഖത്തൊക്കെ അങ്ങോട്ട് നോക്കുക. ഉപ്പാന്റെ അടുത്ത് പോയി മിണ്ടാതിരുന്ന്, ഞാനൊരു പരീക്ഷണം പറയാം, ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കുക. സ്വാഭാവികമായി ഉമ്മ പറയും, എന്താണ്ടെന്ന് എനിക്ക് പറ്റിയത്? ഗൾഫ് പോകുമ്പോൾ ഈ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വല്ല ജിന്ന് ബാധിച്ചതാണ്, എന്ത് പറ്റി എന്റെ കുട്ടിക്ക്? പറയും. നിങ്ങൾ മിണ്ടണ്ട. ഉമ്മാക്ക് കരച്ചിൽ വരും, ഉപ്പാക്ക് കരച്ചിൽ വരും, എന്താ പറയ്? അപ്പൊ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഈ ഹദീസ് കഴിയുമെങ്കിൽ കാണാതെ പഠിക്കൂ. ഒന്ന്, അന്നദുറു ഇലൽ കഅബ, കഅബയിലേക്ക് നോക്കൽ പുണ്യമാ. അറബി പഠിക്കണം എന്നില്ല, നിങ്ങൾ മലയാളം പഠിച്ചാൽ മറക്കരുത്. 2 ഖുർആനിലേക്ക് നോക്കൽ ഇബാദത. 3 ഉമ്മാന്റെ ഉപ്പാന്റെ മുഖകമലങ്ങളിലേക്ക് നോക്കൽ ഇബാദത. പറയാ ഉമ്മയോട്, ഉമ്മ, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, പൊന്നുമ്മ, ഉമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. ഉമ്മാന്റെ ചുണ്ട് വിതുമ്പും മുഅ്മിനെ, ആ പാവം ഉപ്പാന്റെ കൽബ് പൊട്ടും മുഅ്മിനെ, നിങ്ങളെ ചേർത്തു പിടിക്കും മുഅ്മിനീങ്ങളെ.
ആ പ്രാർത്ഥനയുടെ വചനം ഉമ്മാന്റെ കൽബിൽ നിന്ന് വരും. അല്ലാഹുവേ നിന്റെ കുട്ടിയെ കാക്കണേ അല്ലാഹ്. അവർക്ക് മലയാളത്തിൽ സാഹിത്യമൊന്നും അറിയില്ല, അത്രയേറെ വിദ്യാഭ്യാസമൊന്നും ആയില്ല, എഡ്യൂക്കേറ്റഡ് ആവില്ല അവർ. എന്നാലും കൽബ് പൊട്ടിയൊരു ദുആ നെഞ്ചിൽ പറയാൻ തുടങ്ങും, അത് തൊണ്ടയിൽ കുറുകാൻ തുടങ്ങും. അല്ലാഹുവേ നിന്റെ കുട്ടിയെ കാക്കണേ അല്ലാഹ്. അത് മതി മുഅ്മിനേ, ലോകം മുഴുവൻ നിങ്ങളുടെ കാലിന്റെ കീഴിൽ അമരാൻ പവർഫുൾ ആണ് ആ പ്രാർത്ഥന. അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്നതാണ്. 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉറപ്പാണ്. അബ്സല്യൂട്ട്ലി. ദഅവത്തുൽ മദ്ലൂബ്, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. മുഅ്മിനീങ്ങളെ അപകടമാണ്, ആലോചിക്കണം. വിഷയം അവസാനം പറയുന്നതാണ്, എന്നാൽ ഞാനൊന്ന് ശരിയായി അല്പസമയം കൊണ്ട് പറയാം. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചൊന്നും ചെയ്യണ്ട മുഅ്മിനീങ്ങളെ, തിരിച്ചു നിങ്ങളൊന്നും പറയാൻ ശ്രമിക്കേണ്ട. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഞാൻ വിശദമാക്കുന്നില്ല. ഒന്നും പറയണ്ട, ആരെന്ത് പറഞ്ഞാലും നിങ്ങളപ്പോ പറയും അതൊരു ഷണ്ടത്തമല്ലേന്ന്. അതെ, തൽക്കാലം അതൊരു ഷണ്ടത്തമായി കരുതിക്കോളൂ. പക്ഷേ ആക്രമിക്കപ്പെട്ടവൻ കൈയുയർത്തി അല്ലാഹുവിനോടൊരു വർത്തമാനം പറഞ്ഞാൽ ദുആ മുസ്തജാബ. മുഹമ്മദ് മുസ്തഫ ഉറപ്പ്, ഓൺ ദി സ്പോട്ട് ഉത്തരം കിട്ടും. അപ്പ കിട്ടില്ലേ മരിക്കണേന്റെ മുമ്പ് എന്തായാലും ഉറപ്പാ. ദുആക്ക് ദുആ ചിലപ്പോൾ അല്ലാഹു മാറ്റിവെക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ നൊമ്പരങ്ങൾ എത്രയോ അല്ലാഹുവിനോട് പറയുന്നു. ഈ സദസ്സിൽ നമ്മൾ എത്രയോ പ്രാർത്ഥിക്കാറുണ്ട്. സിംസാറിലൊക്കെ ഉദവി ഉസ്താദ് നെഞ്ചുപൊട്ടി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ആരും ചിന്തിക്കരുത്, പടച്ചവന് ഞാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലാഹു അത് കേട്ടിട്ടില്ലല്ലോ. അങ്ങനെയല്ല. അല്ലാഹു ചിലപ്പോൾ നിങ്ങളുടെ ദുആ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യും, ചിലപ്പോൾ അല്ലാഹു നേരിട്ട് ഉത്തരം തരും, ചിലപ്പോൾ അല്ലാഹു ഇത് മാറ്റിവെക്കും. കാരണം നമ്മുടെ ചിന്തയിൽ ആ ദുആയുടെ ഉത്തരം ഖൈറാണോ ഗുണമാണോ ഷർറാണോ എന്ന് അറിയില്ല. അത് അല്ലാഹുവിനറിയും. അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ ആ പ്രാർത്ഥന മാറ്റിവെക്കും. 3, അല്ലാഹു ദുആ ചെയ്തതിന് പ്രതിഫലം നൽകും, കൂലി തരും. ഉത്തരം തന്നാലും തന്നില്ലെങ്കിലും ദുആ ഒരു ഇബാദത്താ. അദ്ദുആഹു ഹുവൽ ഇബാദ. പ്രാർത്ഥന ദുആയാ, അതിന് അല്ലാഹു പ്രതിഫലം നൽകും. അതെപ്പോഴാ നമ്മൾ അറിയാന്നറിയോ? മീസാൻ എന്ന തുലാസിൽ അല്ലാഹു നന്മ തിന്മകളെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ തൂക്കി നോക്കുമ്പോൾ തുലാസ് അങ്ങ് താഴും, നന്മയുടെ തട്ടങ്ങ് താഴും. അല്ലാഹുവിനോട് നമ്മളപ്പോ പറയുന്ന ഒരു അവസരമുണ്ട്, നാഥനെ ഇതെന്തൊരു വിസ്മയമാ, ഇത് വല്ലാത്ത അത്ഭുതം, ഞാൻ ഇത്രയൊന്നും അമല് ചെയ്തിട്ടില്ലല്ലോ തമ്പുരാനെ, എന്റെ റെക്കോർഡ് ഞാനിപ്പോ വായിച്ചതല്ലേ, ഇത്ര അമലൊന്നുമില്ലല്ലോ. അല്ലാഹു പറയുമപ്പോൾ, അതെ നീ പ്രാർത്ഥിച്ചില്ലേ എന്നോട്, നിനക്ക് ഉത്തരം കിട്ടാതെ പോയ ധാരാളം ദുആ ഉണ്ടായിട്ടില്ലേ? നീ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്തു, നീ ഗൾഫിൽ പോകാൻ വേണ്ടി ദുആ ചെയ്തു, വലിയൊരു ജോലി കിട്ടാൻ ദുആ ചെയ്തു, നല്ലൊരു സ്പോൺസറെ കിട്ടാൻ ദുആ ചെയ്തു, മോളുടെ കല്യാണത്തിന് ദുആ ചെയ്തു. ചിലതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ മാറ്റിവെക്കപ്പെട്ട പ്രാർത്ഥനകളാ ഈ താഴ്ന്നു നിൽക്കുന്നതെന്ന് അല്ലാഹു പറയും, പുണ്യനബി. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുമത്രേ, അല്ലാഹുവേ നീ ദുനിയാവിൽ എന്റെ പ്രാർത്ഥനകളൊക്കെ തിരസ്കരിച്ചിരുന്നുവെങ്കിൽ, നീ എന്റെ പ്രാർത്ഥനയൊന്നും സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, അപ്പോൾ ആരും നിരാശപ്പെട്ടു പോകല്ലേ, ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെടല്ലേ. 5ാമത്തെ ഓപ്ഷൻ, ഈ 4 പ്രത്യേകതയുണ്ട്. അപ്പോൾ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമ്മുടെ സാധാ ദുആയൊക്കെ അങ്ങനെ മാറ്റിവെക്കപ്പെടാം, ഉത്തരം തരാം. പക്ഷെ ഈ ദുആ ഉത്തരം ഉറപ്പാണെന്ന് പുണ്യനബി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2ാമത്തത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ
യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരമുണ്ട്. ത്വഹാ റസൂലുള്ളാഹി. നിങ്ങൾ ഗൾഫിൽ നിന്ന് വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു ഹലാലായ യാത്രക്കാരനാ, ഹറാമൊന്നും അതിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്നയാളാണ്. സാധാരണഗതിയിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ദ്വാരപ്പിക്കാറുണ്ട്, ദുആ ചെയ്യിപ്പിക്കാത്തവരും ഉണ്ടാകും. ആ തർക്കമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ദുആക്ക് പവറുണ്ട്. ഫ്ലൈറ്റിലിരുന്ന് പുറമേക്കുള്ള കാഴ്ച കാണാതെ, ഭക്ഷണം കൊണ്ടുവരുന്നവരെ ശ്രദ്ധിക്കാതെ നിങ്ങളൊന്ന് ദുആ ചെയ്തു നോക്കൂ. നിങ്ങൾ മുത്തുനബി പറഞ്ഞ ദുആക്ക് ഉത്തരം കിട്ടുന്നയാളാ. യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരമുണ്ട്. ഈ ക്ലാസ്സിനു വേണ്ടി അബൂദബിയുടെ ഏതോ ഭാഗങ്ങളിൽ നിങ്ങൾ വാഹനത്തിൽ വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ ഹലാലായ യാത്രക്കാരാ. നിങ്ങളിതാ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നു അല്പസമയം കഴിഞ്ഞാൽ. നിങ്ങൾ ഹലാലായ യാത്രക്കാരാ. ദീനി മജ്ലിസിലാ നിങ്ങൾ ഒരുമിച്ച് കൂടിയത്. മുബാറക്കായ ഒരു മജ്ലിസിലെ സാന്നിധ്യമായവരാ. തിരിച്ചു മടങ്ങുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കട്ടെ. അതിനപ്പുറം നിങ്ങൾ ദുആ ചെയ്യൂ. വെറുതെ പറയുകയില്ല. ഉറപ്പ് ഉത്തരം കിട്ടും. അല്ലാഹു നൽകുമാറാകട്ടെ. പരീക്ഷിക്കൂ നിങ്ങൾ. മൂന്നാമത്തത് ഹബീബ് പറഞ്ഞു, മക്കൾക്കെതിരെ മാതാവിന്റെ പിതാവിന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി. ഉപ്പച്ചിയോ ഉമ്മച്ചിയോ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ്, അപകടമാണ്. പൊന്നു മുഅ്മിനാത്തുകളായ സഹോദരിമാരെ, നമ്മൾ ചിലപ്പോൾ കൊച്ചുങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചാൽ, ഇവിടെ എങ്ങനെയെന്നറിയില്ല, കേരളത്തിലെ നമ്മുടെ നാട്ടിലെ അവസ്ഥ പറയാ. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ ഈ പണ്ടാർക്കാലെങ്കിൽ നന്നാവൂലടാ അല്ലേ? ചില ഉമ്മാന്റെ കമന്റ്. മുഅ്മിനീങ്ങളെ, അള്ളാഹു ദുആ സ്വീകരിക്കുന്ന, ദുആ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ ടൈമിലാണ് നിങ്ങളുടെ ദുആ സംഭവിച്ചതെങ്കിൽ ഉറപ്പ് ഇവൻ അങ്ങനെ തന്നെ ആയിരിക്കും. അള്ളാഹു കാക്കട്ടെ. നമ്മുടെ ഉമ്മച്ചിമാരുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാ, കുരുത്തം കെട്ടുപോകണേ അങ്ങോട്ട് പറയും ചിലപ്പോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അത് സ്വീകരിക്കും. എത്രയോ സംഭവങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. ചരിത്രം പറയൽ എന്റെ ലക്ഷ്യമല്ല, അതിന്റെ കാതൽ മാത്രം പറഞ്ഞു പോവുക. ചരിത്രം എപ്പോഴും നിങ്ങൾ കേൾക്കും അല്ലേ? അപ്പൊ ഈ മക്കളെ വളർത്തുന്നതിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ, ഇപ്പൊ ചെറിയ കുട്ടികൾ അവിടെയൊക്കെ കളിക്കുന്നുണ്ട്. എന്തു പറഞ്ഞാലും നിങ്ങൾ അവർക്ക് ശാപത്തിന്റെ പ്രാർത്ഥന നടത്തല്ലേ, മക്കൾക്കെതിരെ അങ്ങനെ പ്രാർത്ഥിക്കല്ലേ. അത് അള്ളാഹു സ്വീകരിച്ചാൽ അങ്ങനെയാകും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ചില ആൾക്കാർ ഗൾഫിൽ പോകും. എല്ലാവരും അങ്ങനെയൊന്നല്ല കേട്ടോ. ചിലപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണവും ഒന്നും ഒരു ഗുണം പിടിക്കില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഇരുന്ന് ആലോചിക്കണ്ട, ശരിയാണട്ടാ എന്നെ പറ്റിയാ പറയണത്. അങ്ങനെയല്ല. ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു പറയുന്നു, അള്ളാഹുവിന്റെ പരീക്ഷണമാകും. അള്ളാഹു സ്നേഹിക്കുന്നവരെ അള്ളാഹു ചിലപ്പോൾ പരീക്ഷിക്കും. അള്ളാഹു അത് അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് നൽകട്ടെ. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, അള്ളാഹു നീ എന്നെ പരീക്ഷിക്കല്ലേ എന്നാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല പറയേണ്ടത്. അള്ളാഹു നിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ എനിക്ക് കരുത്തു നൽകണേന്നാണ്. അതിന് വലിയ ശക്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ പരീക്ഷണം നേരിടാത്ത ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല. സുഖമായി ജീവിച്ച ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല. ഒരു ഭാഗത്തെ അറേബ്യൻ സാമ്രാജ്യത്വത്തിന്റെ ശക്തികൾ പുണ്യനബിക്കെതിരെ വാളോങ്ങിയെങ്കിൽ, ആസറിയൻ സാമ്രാജ്യത്വ ശക്തികൾ അങ്ങനെ ഓരോ പ്രവാചകന്മാർ, ഇബ്രാഹിം നബിക്കെതിരെ ഉണ്ടായെങ്കിൽ, നമ്രൂദിയൻ സാമ്രാജ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ, ഫറോവൻ സാമ്രാജ്യത്വം തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ പ്രവാചകന്മാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്കും പ്രയാസങ്ങളുണ്ടാവും. അള്ളാഹു ആ പരീക്ഷണങ്ങളെ വിജയിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ മാതാപിതാക്കളോട് എന്തെങ്കിലും ചെയ്തവർ പരീക്ഷിക്കപ്പെടുന്നതിനപ്പുറം അള്ളാഹുവിന്റെ ശിക്ഷയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത് ബിസിനസ് ചെയ്താലും പൊട്ടും, അല്ലെങ്കിൽ വീട്ടിൽ ടെൻഷൻ, രോഗം. ചില ആൾക്കാർ 3 വർഷം ഗൾഫിൽ വന്നിട്ടുള്ളൂ, വലിയ പൊസിഷനിലെത്തി. ഞാനോ 28 കൊല്ലമായി. ചില ആളുകൾ പറയുന്നതാ, ഒന്നും ആകണില്ല. പരീക്ഷണമാണ് എന്ന് മുൻകൂർ ജാമ്യമെടുത്ത് ഞാൻ പറയുന്നു. ഒന്നുകിൽ അവന്റെ ജീവിതത്തിന്റെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട്.
മാതാവിനെ എവിടെയോ വിഷമിപ്പിച്ചിട്ടുണ്ട്, മനസ്സ് പൊട്ടി. ഉമ്മ എപ്പോഴോ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ ഇവനെ നന്നാക്കല്ലേ എന്ന്. അല്ലാഹു സ്വീകരിച്ചാൽ പൊട്ടും, എവിടെയും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രാത്രി ഈ സദസ്സ് പിരിഞ്ഞുപോയിട്ട് ഇന്ത്യൻ ടൈമിൽ അവർ ഉറങ്ങാൻ സമയമായിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് ഫോൺ കൊടുക്കാൻ പറ, ഭാര്യയ്ക്ക് വിളിച്ചിട്ട് ഉമ്മയോട് പറ, ഉമ്മച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഉമ്മ. എന്ത് ദേഷ്യമുണ്ടെങ്കിലും ഉമ്മാന്റെ കൽബ് പൊട്ടും മോമിനിങ്ങളെ ആ വാക്ക് നിങ്ങൾ പറയും. ഉമ്മയുടെ മാതൃഹൃദയം അങ്ങനെയാണ്. ചിലപ്പോൾ അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല, എന്റെ കുട്ടിനെ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, എന്റെ കുട്ടി എന്നോട് എന്താ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കും. നിങ്ങൾ പറ, പൊരുത്തപ്പെടുന്ന എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരുപാട് സംഭാവനകളും സദഖകളും ചെയ്തിട്ട് ഇതുവരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സാർത്ഥകമായ സത്ഫലമായി മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വാക്ക് തരുന്നു, പ്രോമിസ് ചെയ്യുന്നു, നാഥനായ തമ്പുരാൻ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും. അതാണ് മാതാവിന്റെ മനസ്സിന്റെ ശക്തി, പിതാവിന്റെ മനസ്സിന്റെ ശക്തി. അതില നമ്മുടെ ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ താഴ്ന്നു പോകുന്നതിൽ ആരും ചെറുതായി കരുതേണ്ടതില്ല. ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ ചെറുതാകുന്നതിൽ ആരും വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ലോകത്താരുടെ മുന്നിലും നമ്മൾ തോൽക്കണ്ട. പക്ഷെ ഉപ്പാന്റെ മുമ്പിൽ നമ്മൾ ചെറിയ ആളാ. നിങ്ങൾ ബിസിനസ് മാഗ്നറ്റ് ആയിരിക്കാം, ഗൾഫ് രാജ്യത്തെ വലിയ അതിസമ്പന്നനായിരിക്കാം, നിങ്ങൾ വലിയ ആളായിരിക്കാം. പക്ഷെ ഉമ്മാന്റെ മുമ്പിൽ നിങ്ങൾ കൊച്ചുകുട്ടിയാ. ഉമ്മാന്റെ മുമ്പിൽ നിങ്ങൾ കൊച്ചുകുട്ടിയാ. പ്രാർത്ഥിക്ക്. ഈ സദസ്സ് കഴിഞ്ഞു പോയിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹുവേ എന്റെ ഉമ്മച്ചിക്ക് നന്മ വരുത്തണേന്ന് പ്രാർത്ഥിക്കൂ നിങ്ങൾ. തീർച്ചയായും അത് ഉത്തരം കിട്ടുന്നതാ. ചിലവർ മരിച്ചുപോയിട്ടുണ്ടാകും, മരിച്ചുപോയവരുണ്ടാകാം. നിങ്ങൾ ഇവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യ്, നാഥനെ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേന്ന്. ആനസുൽ മയ്യിത്തു ഫീ ഖബറി, മയ്യത്തിന്റെ ആത്മാവുകൾ ഖബറിൽ കിടന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ കണ്ട് ആഹ്ലാദിക്കുമെന്ന് പുണ്യനബി. അവരുടെ ആത്മാവുകൾ സന്തോഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിസ്മയങ്ങൾ വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് ഈ 3 ദുആക്ക് ഉത്തരം കിട്ടുന്നതാണെന്ന് ഹബീബുന വസയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അപകടമാണ്. അപ്പോൾ ഈ ബാധ്യതയിൽ നമ്മൾ വലിയ വലിയ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ 14-15 വചനങ്ങൾ. وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ حَمَلَتْهُ أُمُّهُ وَهْنًا عَلَى وَهْنٍ وَفِصَالُهُ فِي عَامَيْنِ أَنِ اشْكُرْ لِي وَلِوَالِدَيْكَ إِلَيَّ الْمَصِيرُ. മനുഷ്യനോട് മാതാപിതാക്കളുടെ കാര്യം നാം ഉപദേശിച്ചിരിക്കുന്നു. കടുത്ത ക്ഷീണത്തോടെയാണ് മാതാവ് അവനെ ഗർഭത്തിൽ വഹിച്ചത്. കടുത്ത പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഉമ്മ ഗർഭാശയത്തിൽ നമ്മെ വഹിച്ചത്. അവന്റെ മുലകുടി തീർത്താൻ 2 വർഷം വേണം. അതിനാൽ നീ എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കേണമേ. പരിശുദ്ധ ഖുർആൻ കണ്ടോ? അല്ലാഹു ഹൃദയാർദ്രമായിട്ടാണ് സംസാരിക്കുന്നത്. തൽക്കാലം നമ്മൾ ഈ പാർട്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റുകയാണ്. ഏതൊക്കെ കാരണവശാലും നമ്മൾ എത്ര വലുതായാലും ഉമ്മച്ചിയെ, ഉമ്മയെ, ബാപ്പയെ മറന്നുപോകല്ലേ, ദേഷ്യപ്പെടല്ലേ, ചീത്ത പറയല്ലേ, അവഗണിക്കല്ലേ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തള്ളിക്കളയല്ലേ. ഇസ്ലാമിക് ബ്രദേഴ്സ് അസോസിയേറ്റഡ് ഡിവിഷൻ എന്ന് പറയുന്ന ഇബാദ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സേവന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ഒരു വൃദ്ധസദനം സന്ദർശിക്കാൻ വേണ്ടി പോയി. ഒരു മാതാവും പിതാവും അവിടെയുണ്ട്. തൽക്കാലം ഞാൻ ആ സ്ഥലം പറയുന്നില്ല. ആ സ്ഥലത്തിലെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കങ്ങനെ ഒരു വിഷമം ഉണ്ടാകല്ലേ എന്ന് കരുതിയിട്ട് സ്വകാര്യമായി ചോദിച്ചാൽ ഞാൻ പറയാം. നോക്കൂ, അവിടെ ഒരു മാതാവും പിതാവുമുണ്ട്. എന്റെ ജില്ലയിലേക്കാ അയാളുടെ ഒരു മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത്, തൃശൂർ ജില്ലയിലേക്ക്.
വലിയ ഇസ്ലാമിക ധർമ്മിഷ്ഠനായിരുന്നു ആ സഹോദരൻ. മകൻ MBA പഠിച്ചത് ലണ്ടനിലാണ്. അവരിപ്പോൾ പെൺമകൾ ഡോക്ടറാ. ഈ ആൺകുട്ടി ഇപ്പോഴും അമേരിക്കയിൽ എവിടെയോ ജോലി ചെയ്യുന്നുണ്ട്. ഈ രണ്ടാളെയും ഇവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വൃദ്ധസദനത്തിലാണ്. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. നിറഞ്ഞ കണ്ണുകളോടെ ഞങ്ങളെ നോക്കിയവർ പറഞ്ഞ വാക്കുകളുണ്ട്. കുട്ടികളെ, 7 കൊല്ലമായി ഞങ്ങളിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 7 വർഷമായി ഞങ്ങളിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോണിൽ പോലും ഒന്ന് വിളിക്കാൻ മകൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പെരുന്നാളിന് ഭക്ഷണം നൽകുമ്പോൾ ഞങ്ങളിങ്ങനെ അതിന്റെ മുന്നിലിരുന്ന് കരഞ്ഞു പോകാറുണ്ട്. ഞാൻ സഹിക്കും. എന്റെ ഭാര്യ എന്നോട് പറയുന്നു, മകനെ ഒന്ന് കാണാൻ, മോളെ ഒരു പ്രാവശ്യം ഒന്ന് കാണാൻ, പേരക്കുട്ടികളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അവർ ആ സ്ഥാപനത്തിന് വലിയ ഡൊനേഷൻ നൽകുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള സകല പരിചരണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 4 ചുവരുകൾക്കുള്ളിലെ ആ വലിയ സ്വാതന്ത്ര്യം അവർക്ക് പാരതന്ത്ര്യമാണ്. മക്കളെ കാണാതെ എന്ത് ജീവിതം പ്രിയപ്പെട്ടവരെ? ജീവിതകാലം മുഴുവൻ, ഒരു പുരുഷായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാവും പിതാവും യത്തീംഖാനയിൽ എന്ന പോലെ കഴിയുകയാണ് അവിടെ എന്നോർക്കുമ്പോൾ ആലോചിച്ചു നോക്കി, ആ നൊമ്പരം എവിടെയാണ് അവസാനിക്കുക പ്രിയപ്പെട്ടവരെ? കാലം അതിന്റെ തിരിച്ചടി അനിവാര്യമായി നൽകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ മാതാപിതാക്കൾക്ക് മക്കളോടും ചില ബാധ്യതകൾ ഉണ്ട്. തിരിച്ചിങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ടും ചില ബാധ്യതകളുണ്ട്. അത് നമ്മൾ പാലിക്കണം. ഇപ്പൊ നിങ്ങൾ അധികം പ്രായമില്ലാത്തവരായതുകൊണ്ട് ഞാൻ ആ കാര്യം പറയട്ടെ. ഞാനൊരു സദസ്സിൽ ഒരു വീട്ടിൽ ഒരു സന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. മക്കളെ പരിചയപ്പെടുത്തുക. ഇത് പേരെനിക്ക് കൃത്യമായി പഠിക്കുക, ഇത് റഷീദ്, അവൻ എന്നതിന് പഠിക്കുക. 3 ആൺകുട്ടി 1 പെൺകുട്ടിയാ തോന്നുന്നു. എന്റെ ഓർമ്മ കൃത്യമായ ഓർമ്മയല്ല. അഥവാ പഴച്ചാൽ അള്ളാഹു പുറത്തു വരുമാറാകട്ടെ. 3ാമത്തെ കുട്ടി, അവന്റെ പേര് പറയുമ്പോൾ ഇയാളുടെ മുഖഭാവം മാറി, ഇയാളുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറി, ആ സന്തോഷമൊക്കെ മാറി. അവന് ഒരു സുഖമില്ലാത്ത സംസാരം. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഈ മക്കളിരുന്നു, ഈ പിതാവിരുന്നു. ഇവനോട് പറഞ്ഞു, നീ കൊണ്ടുവാ. ഞാൻ പറഞ്ഞു, അവനിവിടെ ഇരുന്നോട്ടെ, സാധനമൊക്കെ ടേബിളിൽ ഉണ്ടല്ലോ, എല്ലാ സാധനം ഉണ്ടല്ലോ. അല്ല, അങ്ങോട്ട് തോന്നും. എന്നെ അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു, മനസ്സ് വല്ലാതെ വേദനിച്ചു. തൽക്കാലരോടൊന്നും പറഞ്ഞില്ല. അന്നത്തെ പ്രസംഗത്തിൽ അയാളെ മുന്നിലിരുത്തി ഞാൻ പൊതുവായി കാര്യം പറഞ്ഞു. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, മാതാപിതാക്കൾ മക്കളുടെ ഇടയിൽ വേർതിരിവ് പലപ്പോഴും കാണിക്കാറുണ്ട്. ഹബീബുന വസയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സമമാക്കേണമേ, മക്കൾക്കിടയിൽ നിങ്ങൾ വിവേചനം ചെയ്യല്ലേ. ചില മാതാപിതാക്കൾക്ക് ഗൾഫിലുള്ള മക്കളോട് ഭയങ്കര ഇഷ്ടമാണ്, നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മകനോട് അത്ര താല്പര്യം കാണില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സംസാരമാണ്, കാരണം നമ്മളൊക്കെ പ്രവാസികളല്ലേ. പക്ഷെ സത്യം അതാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ഗൾഫിലുള്ളവരോട് ദേഷ്യവും ഉണ്ടാകാം, നാട്ടിലെ മകനോട് ഭയങ്കര താല്പര്യമാണ്, അല്ലേ? ഈ ഓഹരി വെക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ മാതാവും പിതാവും പറയുന്ന കാര്യം എന്താ, ആ റബ്ബർ എസ്റ്റേറ്റ് നമ്മുടെ റഫീഖിന് കൊടുക്ക്, വീട് നമ്മുടെ ഇന്നാൾക്ക് കൊടുക്ക്. എന്നിട്ട് ദേഷ്യമുള്ള ഒരു മകന് മറ്റേ പുറമ്പോക്ക് സ്ഥലമില്ല, അത് അവനക്ക്. ഇതൊക്കെ നാളെ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടതാ. ആരാ അത് ചെയ്യുന്നത്? ഹജ്ജ് ചെയ്തയാൾ. ലൈസ ലഹു ജസാഉ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല എന്ന് പുണ്യനബി. ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അങ്ങനെ പറഞ്ഞിട്ട് ഈ ഹാജി ഇങ്ങനെ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? ഇവന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല അവന്റെ ഹജ്ജ്. അതുകൊണ്ട് അങ്ങനെ വേർതിരിവ് പാടില്ല. ഒരു മകനോട് നമുക്ക് സ്നേഹം കൂടുതൽ ഉണ്ടാകാം, പക്ഷെ അത് പ്രകടിപ്പിക്കരുത്. എല്ലാവരോടും സമത്തിൽ നമ്മൾ ഇടപെടാൻ പാടും. മക്കളെ ഒരിക്കലും അതിഥികളുടെ മുന്നിൽ വെച്ച് നമ്മൾ നാണം കെടുത്തരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോഴൊക്കെ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ അവരുടെ സജീവമായ ജീവിതത്തിലും
വിദ്യാഭ്യാസത്തിലൊന്നും ഇടപെടാത്തത് കൊണ്ട് നാട്ടിലെത്തുന്ന കിട്ടുന്ന ഒരു സമയത്ത് ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കരുത്, ഇവൻ പഠിക്കില്ല, അവനൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഇതൊക്കെ അള്ളാഹുവിനോടാണ് പറയേണ്ടത്. അത് വന്ന അതിഥികളോട് പറയരുത്. തങ്ങളുടെ മക്കളെക്കുറിച്ച് അങ്ങനെ മോശമാക്കി പറയരുത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇങ്ങോട്ടുള്ള ബാധ്യതയാണ്. നമ്മൾ പലപ്പോഴും മക്കളോട് ഷെയർ ചെയ്യണം കാര്യങ്ങൾ, അതും നമ്മുടെ ബാധ്യതയാണ്. ഉമ്മമാരും ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ. നമ്മളിപ്പോ ഈ അണുകുടുംബമായി മാറിക്കൊണ്ടിരിക്കുന്ന, പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കതിന് കുറ്റം പറയാനോ വിമർശിക്കാനോ ഒന്നും കഴിയില്ല. സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ദ്വീപുകളായി മാറിപ്പോവുക. പിതാവിന്റെ നൊമ്പരങ്ങൾ എന്തെന്നാണ് മക്കൾക്കറിയുന്നില്ല. മകളുടെ വിഷമം എന്തെന്ന് പിതാവ് അറിയുന്നില്ല, മാതാവ് അറിയുന്നില്ല. ചാവക്കാടിനടുത്തുള്ള ഒരു മഹല്ല് ജമാഅത്തിൽ, പേര് ഞാൻ പറയുന്നില്ല, എവിടെയും ചാവക്കാട്ടിന്റെ അടുത്തുള്ള ആൾക്കാരുണ്ട്. ഒരു മഹല്ല് ജമാഅത്തിൽ ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്ന് ഒരാഴ്ച പണിക്ക് വന്ന ഒരു ഈഴവന്റെ കൂടെ ഓടിപ്പോയി. മുഅ്മിനുകളെ വല്ലാത്ത നൊമ്പരമുണ്ടാക്കിയ ഒരു സംഭവം. ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ എവിടെയോ ആണ് ആ സഹോദരൻ ജോലി ചെയ്യുന്നത്. ആ കുട്ടിയുടെ പിതാവ് കഷണ്ടി ബാധിച്ചു. 3 പതിറ്റാണ്ടുകൾ ഈ ചൂടുള്ള നാട്ടിൽ ജോലി ചെയ്തിട്ട് നല്ലൊരു വീടുണ്ടാക്കി, നല്ല സമ്പാദ്യം ഉണ്ടാക്കി. പക്ഷെ പലപ്പോഴും ജീവിതത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു മെഷീനായിരുന്നു, പൈസ അയക്കുന്ന ഒരു മെഷീൻ മാത്രം. ആ മകൾ ഓടിപ്പോയി കോടതിയിൽ ഹോബിയസ് കോർപ്പസ് ഹർജി കൊടുത്തപ്പോൾ ആ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കി. അവർ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു. ജഡ്ജി വിചാരണ ചെയ്തിട്ട് പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, വിവാഹം രജിസ്റ്റർ ചെയ്തോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മകൾ ചോദിച്ചു, നിനക്ക് മാതാവിന്റെയും പിതാവിന്റെയും കൂടെ പോകണോ, ഈ പറയുന്ന രമേശിന്റെ കൂടെ പോകണോ? ഒരു 6 പാക്ക് മാത്രമേ ഉള്ളൂ സഹോദരന്മാരെ. ആ ചെറുക്കിന് വലിയ ഭംഗിയില്ല. ഈ പെൺകുട്ടി നല്ല ബ്യൂട്ടിഫുള്ളാ, നല്ല ഭംഗിയുള്ള കുട്ടിയാ. ഇവനൊരു 6 പാക്ക് മാത്രമേ ഉള്ളൂ. ആലോചിച്ചു നോക്ക്. അവൾ തന്റെ ഇടത്തോടെ കൂട്ടിൽ നിന്ന് പറഞ്ഞു, ഞാൻ ഇവന്റെ കൂടെ പോവുകയാണ്. അവിടെ നിന്ന് മാതാവ് പൊട്ടിക്കരഞ്ഞു. പിതാവ് കോടതി മുറ്റത്ത് ബോധരഹിതനായി വീണുപോയി. ആ നിലവിളികൾ, മുള ചീന്തുന്ന പോലെയുള്ള ആർത്തനാദം ആ പെൺകുട്ടിയെ തിരിച്ചില്ല. ജഡ്ജി വീണ്ടും പറഞ്ഞു ആ പെൺകുട്ടിയോട്, നോക്കൂ, നിന്റെ പിതാവും മാതാവുമാണിത്, നിനക്കിതല്ലേ നല്ലത്? അപ്പോൾ ആ പെൺകുട്ടി വിദ്യാഭ്യാസമുള്ളവളാ. അവൾ ജഡ്ജിയോട് പറഞ്ഞു, നീതി വിധിക്കലാണ് ജഡ്ജിക്ക്, അവിടെ കാരുണ്യം ജഡ്ജി നോക്കേണ്ടതില്ല. ആലോചിച്ച് നോക്കിയ നല്ല മറുപടി. കാരുണ്യം ഇവിടെ പരിഗണിക്കേണ്ടതില്ല. സഹതാപമല്ല കോടതി പരിശോധിക്കേണ്ടത്, നീതിയും നിയമവുമാണ്. അവിടത്തെ കണ്ണീരല്ല. ജഡ്ജിക്കുത്തരമുട്ടി പൊയ്ക്കോളാൻ പറഞ്ഞു. പോയില്ല പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതിന്റെ ആസൂത്രിതമോ സാമൂഹികമായ അവസ്ഥകളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആ പെൺകുട്ടിയുടെ വേദനകളെ, വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. പലപ്പോഴും സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അവൾ അവരുടെ റൂമിൽ, അവരുടെ ഏകാന്തതയിൽ. മഗ്‌രിബ് കഴിഞ്ഞാൽ ഉമ്മമാർ ചാനലിന്റെ മുന്നില്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണത്. പുതിയ പുതിയ സീരിയലുകളുടെ മുന്നിൽ പരസ്പരം കണ്ടിരിക്കുകയാണ്. അത് കണ്ട് കരയാണ്. ഇതിന്റെ ഇടയിൽ മോളെ നിന്റെ വിഷമം എന്താ? അത് ഷെയർ ചെയ്യപ്പെടുന്നില്ല. ഉപ്പ അവിടെ ഗൾഫിൽ പോയി വേദനിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, ഇത്ര നമുക്ക് കടമുണ്ട്, ഈ വീടുണ്ടാക്കിയത് എത്രയോ പ്രയാസമുണ്ട്, ഇത് ഷെയർ ചെയ്യപ്പെടുന്നില്ല. മക്കൾ അടിച്ചു പൊളിക്കുമ്പോ ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടതാ വേദനകളെക്കുറിച്ച്, നൊമ്പരങ്ങളെക്കുറിച്ച്. നിങ്ങൾ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോ ഒരു ഡൈനിങ് ടേബിളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. നിങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ച് ഭാര്യയും മക്കളും അടുക്കളയിലിരുന്ന് കഴിക്കല്ല, നിങ്ങൾ ഒന്നിച്ച് കഴിക്ക്. എന്നിട്ട് സംസാരിക്ക്. മകളോട് വേദനയെക്കുറിച്ച് ചോദിക്ക്, പഠനത്തെക്കുറിച്ച് അന്വേഷിക്ക്, ഫോൺ ചെയ്യുമ്പോൾ വിളിച്ചു ചോദിക്ക്. ഭാര്യയോട് മാത്രം സംസാരിച്ചിട്ട് അവസാനിപ്പിക്കല്ലേ. ഭാര്യയോട് നമ്മൾ പറയാനുള്ളത് എന്താ? കറണ്ട് ബില്ലടച്ചോ, വാട്ടർ ബില്ലടച്ചോ, മറ്റേ ആധാരത്തിന്റെ കാര്യം എന്തായി? ഇതല്ലേ നമ്മൾ പറയാറുള്ളൂ, ഇതല്ലേ നമ്മൾ സംസാരിക്കാറുള്ളൂ. ഇതൊരു യാന്ത്രികമായ സംസാരമല്ലേ? പൈസ എടുത്തോ? ഇതിനപ്പുറം സംസാരിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ? മക്കളോടൊരു 5 മിനിറ്റ് സംസാരിക്കൂ, നേരിട്ടിരുന്ന് സംസാരിക്കൂ. നിങ്ങൾ, അവൾ മനസ്സ് തുറക്കും, ആൺകുട്ടി മനസ്സ് തുറക്കും. അല്ലെങ്കിൽ ഊഷരമായ വേദനകളിൽ നിന്ന് സ്നേഹത്തിന്റെ അനിയന്ത്രിതമായ ശാശ്വത ഭൂമികകൾ തേടി നമ്മുടെ മക്കൾ പ്രയാണം ആരംഭിക്കും.
കേരളത്തിന്റെ തീരഗ്രാമങ്ങളിൽ ഒരു പ്രവണത പോലെ, ഒരു ട്രെൻഡ് എന്ന പോലെ അത് ആവർത്തിക്കുകയാണ്. കൽബ് പൊട്ടി മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ വെയിലും മഴയും മഞ്ഞേറ്റുകൊണ്ട് വീടിന്റെ സ്വപ്നങ്ങൾ മനസ്സിൽ കാത്ത് അബൂദബി എയർപോർട്ടിൽ നിന്ന് നിങ്ങളുടെ ആകാശത്തിന് മുകളിലൂടെ ഓരോ ഫ്ലൈറ്റും പറന്നു പോകുമ്പോ നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും കൽബൊന്ന് പിടക്കുന്നില്ലേ? ചിലപ്പോൾ കണ്ണൊരിക്കൽ നിറഞ്ഞു പോകുന്നില്ലേ? കേരളത്തിന്റെ പച്ചപ്പിലേക്ക് പറന്നിറങ്ങുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന വിമാനത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ വരുന്നില്ലേ? വിമാനം കാണുമ്പോ കൊച്ചുകാലത്ത് നോക്കി നിന്ന ആ അത്ഭുതത്തോടെയല്ല നിങ്ങൾ അബൂദബിയിൽ നിന്ന് വിമാനത്തിന്റെ ശബ്ദം കാണുമ്പോ നോക്കുന്നത്. പിന്നെയോ ഈ വിമാനം പറന്നെത്തുന്നത് കരിപ്പൂർ എയർപോർട്ടില്ല, നെടുമ്പാശ്ശേരി എയർപോർട്ടില്ല. അവിടെ നിന്ന് വാഹനത്തിലെത്തിയാൽ നൊസ്റ്റാൾജിക് ഓർമ്മകൾ, ഗൃഹാതുരത്വമായ ഓർമ്മകൾ, ഗ്രാമത്തിന്റെ നൈർമല്യമായ ഓർമ്മകൾ അബൂദബിയിലെ ചൂടിൽ നിന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രയാസപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത് മക്കളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം. അവരോട് നിങ്ങൾ സ്നേഹം പങ്കുവെക്കൂ, അവരോട് സംസാരിക്കൂ. നിങ്ങളെ ഒരിക്കലും മറക്കാത്ത ഒന്നായി മാറിപ്പോകല്ലേ. അല്ലാഹു അങ്ങനെ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു പാർട്ട് ബന്ധങ്ങളിലെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറയുന്നത്. നമ്മുടെ സമയപരിധി അവസാനിക്കുകയാണ്. എപ്പോഴും ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാൾ നന്മയുള്ള ആളാണ്, കരീം ആണ്, ആദരണീയനാണ്, ബഹുമാന്യനാണ് എന്ന് വിലയിരുത്തേണ്ടത് അവന്റെ ഭാര്യയോട് ചോദിച്ചിട്ടാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൽ നമുക്ക് അഭിനയിക്കാം, അല്ലേ? നമുക്ക് നല്ല ആക്ടർ ആകാം. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ മനോഹരമായി സംസാരിക്കാം. ഞാൻ നല്ലവനാണെന്ന് പറയേണ്ടത് എന്റെ ഭാര്യ, നിങ്ങൾ നല്ല ആളാണെന്ന് പറയേണ്ടത് നിങ്ങളുടെ ഭാര്യ. അവർ സർട്ടിഫൈ ചെയ്താൽ അതാണ് ക്വാളിറ്റി എന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നി ബീവി ആയിഷ, സയ്യിദ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞില്ലേ? അവിടത്തെ വഫാത്ത് കഴിഞ്ഞപ്പോൾ ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹു എന്റെ മേൽ നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വഫീ യൗമി വഇന്ന അല്ലാഹ ജമഅ ബൈന റീഖി വറീഖഹു. സയ്യിദ ആയിഷ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പറയുക, അല്ലാഹു എനിക്ക് നൽകിയ നന്മകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ കരുതുന്നത് തുവഫിയ ഫീ ബൈതി, എന്റെ വീട്ടിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. പുണ്യനബിയുടെ റൗള ശരീഫുള്ള മദീനയിലെ മുനവ്വറ ആയിഷ ബീവിയുടെ വീടായിരുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മരണസമയത്ത് 9 ഭാര്യമാരുണ്ടായിരുന്നല്ലോ. അതൊരു റൊട്ടേഷൻ ക്രമത്തിലാണ് ഓരോ രാത്രികളും വിഭജിക്കപ്പെട്ടത്. രാവും പകലും ഒരു റൊട്ടേഷൻ നിലയ്ക്കായിരുന്നു. ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റേ വീട്ടിൽ, മറ്റേ വീട്ടിൽ. നമ്മൾ അങ്ങനെയല്ലല്ലോ, 2 കല്യാണമൊക്കെ കഴിക്കും. പക്ഷെ ഒരാൾക്ക് നല്ല വീടാണ്, ഒരാൾക്ക് ഓടിട്ട വീടാണ്. താമസമൊക്കെ ഗൾഫിൽ നിന്ന് പോയ എവിടെയാണ്, അവിടെ എപ്പോഴേലും പോയിട്ട് മുളകും മല്ലിയും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് നമുക്കൊരു ന്യായമുണ്ട്, ഇസ്ലാമിൽ 4 കല്യാണം കഴിക്കാലോ, അല്ലേ? അങ്ങനെയല്ല, നമുക്ക് പറ്റുമോ? അതുകൊണ്ടാണ് ഒന്നെന്നെ കഴിച്ചാൽ മതി പറയാൻ കാരണം. പറ്റില്ല, നീതി പാലിക്കാൻ പറ്റില്ല. മുത്തു നബിയെ പോലെ ആകാൻ നമുക്ക് പറ്റില്ല. പറ്റുമെങ്കിൽ ഗൾഫിൽ നിന്ന് പോയ ആദ്യത്തെ ദിവസങ്ങൾ എവിടെ നിൽക്കുക? നറുക്കിടണം 2 പേരെഴുതിയിട്ട്. ഫോർ എക്സാമ്പിൾ സഫിയ ഫാത്തിമ നറുക്കിട്ട് ഇന്ന രാത്രി അവിടെ പോയിക്കണം. പറ്റുമോ? നടക്കുമോ? ആരാണ് പ്രായം കുറവ് വെച്ചാൽ അവിടെ പോയിട്ടില്ല നമ്മൾ നിൽക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ന്യായം കാണുക, ഇസ്ലാമിന് 4 കല്യാണം കഴിക്കാമല്ലോ എന്നാ. അപ്പൊ ഈ ന്യായം കൂടി നോക്കണം. ആയിഷ ബീവി അഭിമാനത്തോടെ പറയുക, എന്റെ വീട്ടിൽ വെച്ചാണ് പുണ്യനബി വഫാത്തായത്. പ്രിയപ്പെട്ടവരെ, ബുധനാഴ്ച ദിവസമാവുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കലശലായി വരികയാണ്. അവരൊക്കെ കൂടി ചേർന്ന് തീരുമാനിച്ചു, ആദരവായ പ്രവാചകന് മസ്ജിദിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ളത് ആയിഷ ബീവിയുടെ വീടാ. അതുകൊണ്ട് അവിടെ കിടന്നോട്ടെ. എല്ലാ ഭാര്യമാരും തങ്ങളുടെ ഓഹരി ആയിഷാക്ക് സമ്മാനം നൽകി. അഭിമാനത്തോടെ സയ്യിദ ആയിഷ സിദ്ദീഖ വഫീ യൗമി, എന്റെ ദിവസത്തിലുമാണ് റസൂലുള്ള മരിച്ചത്. അത് അല്ലാഹു നൽകിയ ഒരു ഔദാര്യ.
റൊട്ടേഷൻ പ്രകാരം അന്ന് മരിച്ച അന്ന് നബി കിടക്കേണ്ടത് ദിവസക്രമം അനുസരിച്ച് എവിടെയായിരുന്നു? ആയിഷ ബീവിയുടെ വീട്ടിലാണ് കിടക്കേണ്ടത്. അപ്പൊ എന്റെ ദിവസത്തിലാ, എന്റെ വീട്ടിലാ കിടന്നത്. പിന്നെ എന്താ അഭിമാനത്തോടെ പറഞ്ഞത്? എന്റെ ഉമിനീരും പുണ്യനബിയുടെ ഉമിനീരും അള്ളാഹു തമ്മിൽ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. എന്താ കാരണം? മരണത്തിന്റെ തൊട്ടു മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഒരു എക്സ്പ്രഷൻ കാണിച്ചു. ഒരെക്സ്പ്രഷൻ കാണിച്ചപ്പോ ആയിഷ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, ഉപ്പച്ചിയുടെ അറാക്ക് കൊണ്ടുവാ മോളെ. കണ്ടോ? ഒരു ആംഗ്യം കാണിച്ചപ്പോ ബ്രഷാന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അത് പറയാനുള്ള അവസ്ഥയില്ല. ഹബീബ് നെഞ്ചു കിടുങ്ങിപ്പോകുന്ന പനി കൊണ്ട് വിറക്കുകയാ, സുബഹിയോട് അടുത്തുകൊണ്ടിരിക്കുകയാ. അപ്പോൾ ആംഗ്യം കാണിച്ചു. നമ്മുടെ ഭാര്യമാരോട് ഇനി മരിക്കാൻ കിടക്കുന്നു വേണ്ട, ഇപ്പൊ തന്നെ ഒരു എടുത്തോണ്ട് ചോദിക്കും ചിലപ്പോ, അല്ലേ? കേട്ടാലും മനസ്സിലാക്കുക. അത് മനസ്സിന്റെ അടുപ്പം പോലെയല്ലേ. അടുപ്പുള്ളവർ ഒന്ന് ആംഗ്യം കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലാത്തവരിങ്ങനെ കുറെ പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലേ? അവരെ മാനറിസങ്ങളെ കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കും. അത് അടുപ്പത്തിന്റെ ഒരു അവസ്ഥയാണ്. ഇപ്പൊ സിംസാറിലൊക്കെ ഹുദൈബിയുടെ ദിവസങ്ങളായി ക്ലാസ് നടത്തുന്ന ആളാ. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാം, അല്ലേ? അറിയില്ലേ? എന്താ മിണ്ടാത്ത? അറിയില്ലേ? ഞാനിവിടെ എപ്പോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പിടുത്തം കിട്ടില്ല. കാരണം നിങ്ങളും ഞാനും ആദ്യമാ. ആ അടുപ്പത്തിന്റെ തന്നാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ. അത് അടുപ്പത്തിന്റെയാണ്. സിംസാറിൽ ഹുദൈബി ഈസ് ദ ഗിഫ്റ്റ് ഓഫ് അള്ളാഹ് ടു ദി മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പോൾ പുണ്യനബി ആംഗ്യം കാണിച്ചപ്പോ തന്നെ ആയിഷ ബീവി ഫാത്തിമയോട് മെസ്സേജ് കൊടുത്തു, ബ്രഷ് കൊണ്ടുവാ പൊന്നുമോളെ ഫാത്തിമ. ബ്രഷ് കൊണ്ടുവന്നു. അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് അവിടത്തെ അറാക്ക് കൊടുത്തപ്പോ, അറാക്ക് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ കൊമ്പാണ്. പുണ്യനബി വീണ്ടും ഒരാംഗ്യം കാണിച്ചു. അപ്പ ആയിഷാക്ക് കത്തി. എന്താണ് പറഞ്ഞത് എന്ന് ആയിഷ ബീവി ആരംഭ പ്രവാചകന്റെ തിരുനൂറാനിയത്തിന്റെ പല്ലുകളിൽ ഒരതി നടന്ന അറാക്കിന്റെ കൊള്ളി തന്റെ വായിൽ വെച്ച് ചവക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ ബ്രഷ് തന്റെ വായിൽ വെച്ച് ചവക്കുകയാണ്. ആയിഷ ബീവിയുടെ ഉമിനീര് അതിനേക്ക് ചവച്ച് ചേർത്ത് അത് സോഫ്റ്റാക്കി മാറ്റുകയാണ്. അത് ഹാർഡായിരുന്നു, ഉണങ്ങിയിരുന്നപ്പോ ഹാർഡാകുമല്ലേ സാധനം. ബ്രഷ് ചെയ്യണേന്റെ മുമ്പ് ഒന്ന് നനക്കണ നല്ലതാ, അല്ലെങ്കിൽ ഊണ് പൊട്ടും. ഇതൊക്കെ ഹദീസിന് മനസ്സിലാകുന്ന കാര്യമാണ്. അതൊന്ന് നനച്ചു. അപ്പൊ ആയിഷ ബീവിയുടെ ഉമിനീര് ആ ബ്രഷിന്റെ തുമ്പിൽ കലർന്നു. എന്നിട്ട് ആയിഷ ബീവി, മുത്തുനബി ആയിഷ ബീവിയുടെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കുകയാണ്. ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി ബ്രഷ് ചെയ്തു കൊടുക്കുകയാണ്. 3 തവണ ബ്രഷ് ചെയ്തു കൊടുക്കുകയാണ്. അതാണ് പിന്നീട് ആയിഷ ബീവി ഉദ്ധരിക്കുന്നത്, ഇന്നല്ലാഹ ജമഅ റീഖി ബൈന റീഖി വറീഖഹു. എന്റെ ഉമിനീരും പുണ്യനബിയുടെ ഉമിനീരും തമ്മിൽ അല്ലാഹു കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ. ഊഷ്മളമായ ബന്ധത്തിന്റെ, ശുഭ്രമനോഹരമായ ദാമ്പത്യ ജീവിതത്തിന്റെ എക്കാലത്തെയും വലിയ വഴിയടയാളമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി. കരഞ്ഞു പോകുന്നില്ലേ ഹൃദയങ്ങളെ ആരംഭ പൂമാന്റെ ബന്ധത്തിന്റെ ആഴം അറിയുമ്പോ? നമ്മുടെ ബ്രഷ് നമ്മുടെ ഭാര്യ തേച്ചാ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. തിരിച്ചു അങ്ങനെ തന്നെയാണ്. എത്ര സ്നേഹമുള്ള ആളാണെങ്കിൽ നമ്മുടെ ബ്രഷ് കാണാതെ ഫാത്തുമ എന്റെ ബ്രഷ് കൊണ്ട് കാട്ടിക്കാടി നമ്മൾ പറയാം. എന്താണ് മിണ്ടാത്ത പറയാ? എത്ര കനകക്കട്ടയാണെങ്കിലും നമ്മൾ പറയാ ഇല്ലാന്ന് പറയും. മടിയൊക്കെ ഉണ്ട്. എന്നങ്ങ് ബ്രഷ് തന്നോക്കട്ടെ. ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളുടെ പലരും ഇപ്പൊ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തവരാണ് പറഞ്ഞത്. അവര് നാളെ ബ്രഷ് എടുത്ത് തരും. അപ്പൊ നമ്മുടെ ബന്ധം അത്രയേ ഉള്ളൂ. അത് ചെയ്യണമെന്ന അർത്ഥത്തിലല്ലോ പറഞ്ഞത്. അത് ചെയ്താലേ ബന്ധം ഉണ്ടാവൂന്നല്ല.
ഇനി അങ്ങനെ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ട അവസ്ഥ ഉണ്ടാക്കണ്ട. ഇത് ആയിഷ ബീവി ഉദ്ധരിക്കുക. ആയിഷ ബീവി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുന്നാസി, മുത്തുനബിയെ നിങ്ങൾക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരോടാ ഭയങ്കര ഇഷ്ടം? അയ്യുന്നാസി അഹബ്ബു ഇലൈക, നിങ്ങളിലേക്ക് ഏറ്റവും സ്നേഹമുള്ള ആളാരാണ്? അപ്പൊ പുണ്യ നബി പറഞ്ഞ ആയിഷ. ആയിഷ ബീവിയാണ്, ഭാര്യയാണ്. ചോദ്യകർത്താവിന്റെ ഉദ്ദേശം ആണുങ്ങളിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ്. അത് അടുത്ത ചോദ്യത്തിന് മനസ്സിലുണ്ട്. യാ റസൂലല്ലാഹ് മിനർ റിജാലി, പുരുഷന്മാരിൽ നിന്ന് ആരാണ് നബിയെ? അതാണ് ഉദ്ദേശം. അപ്പൊ പറഞ്ഞ മറുപടി അബൂഹാ, അവളുടെ വാപ്പയാണ്. മനസ്സിലായില്ല? ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ മതി, അല്ല അബൂബക്കറിനെ എന്ന് പറഞ്ഞാൽ മതി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണല്ലോ നബിക്ക് ഏറ്റവും ഇഷ്ടം. മാഷാ അല്ലാഹ്, അതുകൊണ്ടാണ് മദീനയിൽ ചാരത്ത് കിടക്കുന്നത്. അപ്പൊ അബൂബക്കർ എന്ന് പറയേണ്ടതിന് പകരം പറഞ്ഞതെന്താ? അബൂഹാ, അവളുടെ വാപ്പയാണ്. ഈ ആയിഷ ബീവി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളല്ലേ? അപ്പോഴും തന്റെ ഭാര്യയെ ഒന്നും ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് എടാ അവിടെ ഒരു അറ്റാച്ച്മെന്റ് കൊടുത്തു. അബൂഹാ, അവളുടെ വാപ്പയാ. അവിടെയൊക്കെ ഊഷ്മളമായ ബന്ധത്തിന്റെ അടയാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുഅ്മിനുകളെ, പുണ്യനബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരിക്കൽ ഒരു ഭക്ഷണം സമ്മാനമായി ലഭിച്ചപ്പോ അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ കടിച്ചു. ഒരു പരീക്ഷണം. ഈ പെണ്ണുങ്ങൾ ഇടക്കൊക്കെ പരീക്ഷിക്കും നമുക്ക് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ചും പരീക്ഷിച്ചു നോക്കും. എന്നിട്ടത് മുത്തു നബിക്ക് കൊടുത്തു. കൊടുത്തത് ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തില്ല, ഇങ്ങനെ കൊടുത്തത്. കാരണം എന്താ? മുത്തുനബി അത് പിടിക്കുമ്പോ ഈ ഭാഗം ഇങ്ങനെ വരും. മനസ്സിലായ? ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തില്ല, ഇങ്ങനെ കടിച്ച ഭാഗം പിടിച്ച് ഇങ്ങനെ കൊടുത്തു. അപ്പൊ റസൂൽ ഇങ്ങനെ വാങ്ങുമ്പോ കടിച്ച ഭാഗം പുറത്തായിരിക്കും. അപ്പൊ റസൂൽ ഇനി കടിക്കേണ്ടത് എവിടെയായിരിക്കും? ആയിഷ ബീവിയുടെ പല്ല് പതിഞ്ഞ സ്ഥലത്താൽ. ആയിഷ ബീവി താഴേക്ക് നോക്കുന്നത് പോലെ ഒളിക്കണ്ണിട്ട് ആദരവായ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി അത് വാങ്ങി നേരെ എവിടെയാണ് തന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പല്ല് പതിഞ്ഞത് ആ ഭാഗം തന്റെ വായിലേക്ക് വെച്ച് ആ മാംസം കടിച്ചെടുത്തിട്ട് ആയിഷ ബീവിയുടെ മുഖത്തേക്ക് മുത്തുനബി ഒന്ന് നോക്കി. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ആയിഷ തന്നെ ഒന്ന് പരീക്ഷിക്കുകയാണ്. മുത്തുനബി നോക്കുമ്പോ ആയിഷ ബീവിയുടെ മുഖം ലജ്ജ കൊണ്ട് വിവർണമായി. അവിടുത്തെ മുഖത്ത് സ്നേഹത്തിന്റെ അരുണാഭ കലർന്നുപോയി. പുണ്യനബി ചോദിക്കുന്നുണ്ട്, ആയിഷ എനിക്ക് നിന്നോട് പ്രണയമില്ലെന്ന് കരുതിയോ പെണ്ണേ ആയിഷ? അപ്പൊ ആയിഷ ഈ അടുത്ത ഐഡിയ എടുത്തു. മാണിക്കക്കല്ലേ, എന്നെ അല്ലാതെ നിങ്ങൾ ആരെയാ ഇഷ്ടപ്പെടുക? എന്തൊരു രസമാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് നല്ല ബന്ധം പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്തൊരു രസമാണ് ഈ കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോ ഇമ്പമുള്ളത് എന്നാണ്. ഈ ഇമ്പം ഇല്ലാതായ കുടുംബം നരകായി മാറും. അല്ലാഹു നമുക്ക് സമാധാനം നൽകട്ടെ. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. എപ്പോഴെങ്കിലും വീണ്ടും ഒരിക്കൽ കാണാൻ, നാട്ടിൽ വെച്ച് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആരാധനകളിൽ മാത്രം അല്ലാഹുവിനോട് അടുത്തുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ചില ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കളോട്, ഭാര്യയോട്, സന്താനങ്ങളോട്, തൊട്ടേ അടുത്തിരിക്കുന്ന സഹോദരങ്ങളോട്, നമ്മുടെ പ്രകൃതിയോട്, പരിസ്ഥിതിയോട്, എല്ലാത്തിനോടും നമുക്കൊരു ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. സോഷ്യൽ ആനിമൽ എന്ന നിലക്ക് ഇസ്ലാമികമായ കൾച്ചറുകൾ പാലിക്കാത്തവന് ആളെ സ്വർഗത്തിന്റെ സുഗന്ധ ഭൂമികയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ലെന്നാണ്. അല്ലാഹു നമുക്ക് നല്ല ബന്ധങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين.
വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹു വളരെ ഇൽമിന്റെ ഒരു സാഗരം പോലെ നമ്മുടെ മുമ്പിൽ നമുക്ക് ആവശ്യമായതൊക്കെ പറഞ്ഞു തരുവാനും അല്ലാഹു തൗഫീഖ് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഇൽമിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സ്നേഹഭാജനം പ്രിയപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദിന്റെ പൊന്നുമോൾ, അവളുടെ അസുഖം അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയുന്ന ഒരാൾ, നോക്കി ചെറുതേനെ കാടന്നെടുത്താലും നേർമാമധുരക്കു പ്രവദീനില്ലാമേ. ചെറുതേനെടുക്കുന്നത് ആദിവാസികളാണ് അല്ലേ? കാട്ടുതേനെടുക്കുന്നത് അട്ടപ്പഹടിയിലെ ആദിവാസികളാണ്. പക്ഷെ അവനെടുത്തു എന്നതുകൊണ്ട് നേർമാമധുരക്കു പ്രവദീനില്ലാതെയാണ് പരിഗണിക്കപ്പെടുക. ആര് ദുആ ചെയ്യുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ നിങ്ങൾ എവിടെയോ ഒരു മൂലയിലിരുന്നൊരു പാവം ആമീൻ പറയുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്ന, സുന്നത്ത് നമസ്കരിക്കുന്ന, ഖൽബ് പൊട്ടി ഇബാദത്ത് ചെയ്യുന്ന, മുത്തുനബിയെ പ്രണയിക്കുന്ന ഏതോ ഒരാളുടെ ആമീൻ നമുക്കൊക്കെ വേണ്ടി ചിലപ്പോൾ സ്വീകരിക്കും. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ കൈ ഉയർത്തി പിടിച്ച് അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്കൊരു മടിയുമില്ല. നാട്ടിലെ ഒരാളോട് ചോദിക്കാൻ നമുക്ക് മടി വേണ്ടി വരും, നാണക്കേടുണ്ട്. അള്ളാഹുവിനോട് മടിയൊന്നും കാണിക്കണ്ട. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അതാണ് ഇതിന്റെ അടിസ്ഥാനം, ബേസ് അതാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. 2, പ്രതീക്ഷ വെക്കുക. അള്ളാഹു തരണേ, ഉറച്ചു വിശ്വസിക്കുന്നതോടുകൂടെ തരാതിരിക്കല്ലേ അല്ലാ എന്നൊരു വിനയത്തിന്റെ ഭാവമുണ്ടാവുക. അങ്ങനെ ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കാരുണ്യവാനായ ദയാലുവായ നാഥ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മുബാറക്കായ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇരുന്ന സമയമത്രയും ഞങ്ങളുടെ നന്മകൾ നീ വർദ്ധിപ്പിച്ച് എഴുതണേ അല്ലാഹുവേ. ഞങ്ങൾ ഇരുന്ന സമയത്തിന്റെ കണക്ക് കണ്ട് ഞങ്ങളുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ, ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തരാൻ, ഇതിനുവേണ്ടി പരിശ്രമിച്ച, സഹായം ചെയ്ത, കാരുണ്യം നൽകിയ, ഉഷ്കരമായ മരുഭൂമിയെ വസന്തഭൂമികയാക്കി മാറ്റിക്കടന്നുപോയ ഈ നാടിന്റെ ഓരോ മണൽത്തരിയും കോരിത്തരിപ്പോടെ ഓർക്കുന്ന അഭിമന്യ നായകൻ മർഹൂം സയ്യിദ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, അല്ലാഹുവേ, അവിടുത്തെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുത്തു നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ പൈതൃക പാരമ്പര്യത്തിന്റെ മനോഹരമായ പിന്തുടർച്ചാവകാശി, അബൂദബിയുടെ പ്രിയപ്പെട്ട നായകൻ, യുണൈറ്റഡ് അറബിന്റെ ഏറ്റവും വലിയ പ്രതിഭാശാലി അഭിമന്യനായ ശൈഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ, അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ. ഭരണാധികാരികൾക്ക് നീ കരുത്തു പകരണേ റബ്ബേ. എത്രയോ ഇന്ത്യക്കാരായ മലയാളികളായ ആളുകളുടെ വീടുകളിൽ പുകയുന്നത് ഈ നാടിന്റെ കരുണയാണ്. ആ നാട്ടിൽ വിഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ നാടിന്റെ ആളുകളുടെ കാരുണ്യവർഷമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ നാടിനോട് ബന്ധമുണ്ട്, കടപ്പാടുണ്ട്. പ്രിയപ്പെട്ട ഇതിന്റെ നായകന്മാർ ജീവിച്ചിരിക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രീഭൂതരാകാൻ ഈ പ്രവാസ ലോകത്തിന് നീ അനുഗ്രഹം നൽകണേ തമ്പുരാനെ. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്ത ഇതിന്റെ പ്രിയപ്പെട്ട നായകർ ഭാവഹാജി, ഇന്ത്യയുടെ അഭിമാനഭാജനമേ, അഭിവന്ദനായ യൂസുഫ് അലി സാഹിബ്, പ്രിയപ്പെട്ട ഹംസക്കുട്ടി സാഹിബ്, പേരറിയാവുന്നവരും അറിയാത്തവരുമായ ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ട ഉസ്മാൻ ഹാജി, അല്ലാഹുവേ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. പേര് പറഞ്ഞു പോയില്ല എന്നതിന്റെ പേരിൽ മറന്നു പോകാത്തവനാണ് തമ്പുരാൻ. എല്ലാം അറിയുന്ന റബ്ബേ, നീ അവരെ
സഹായിക്കണേ റബ്ബേ, അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഭിവന്ദനായ സുഹൃത്ത് അസീസ് ഉസ്താദ് ഇവിടെ പല ദീനീ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആളാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. നൊമ്പരമാണ് കൽബിലല്ലാ, ഗൾഫുകാരനാണെന്ന് നാട്ടിൽ അഭിമാനം കൊള്ളുമ്പോഴും ഞങ്ങളിവിടെ പ്രയാസം അനുഭവിക്കുന്നവരാ റബ്ബേ. സമാധാനം നൽകണേ റബ്ബേ, കരുണ നൽകണേ റബ്ബേ, മനസ്സിനൊരു സ്വസ്ഥത നൽകണേ റബ്ബേ. പലരുടെയും ജോലികൾ പ്രയാസത്തിലാണ്, നീ എളുപ്പം നൽകു അല്ലാ, എളുപ്പം നൽകു റബ്ബേ. ഞങ്ങളുടെ സ്പോൺസർമാരുടെ മനസ്സുകളിൽ ഞങ്ങളോട് ഇൽഫത്ത് നൽകണേ റബ്ബേ, സ്നേഹം നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ റബ്ബേ. വഴിദൂരേറെയുള്ള വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നവരാ ഞങ്ങളുടെ കുടുംബങ്ങൾ, സംരക്ഷണം നൽകണേ അല്ലാ. എത്രയെത്ര ആളുകളാണ് മയ്യത്തായി കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, 4 ദിവസം മുമ്പാണ് ഈ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയത്. എന്റെ കൂടെ വന്ന അഭിവന്യ നായകൻ നോണംപിള്ളി ഉസ്താദടക്കം, ഇവിടെ ഈ സദസ്സിലുള്ള ശിഹാബടക്കം, ഞാൻ അംസക്കുട്ടി സാഹിബിന്റെ കൂടെ പോയപ്പോ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയ രംഗമുണ്ട്. അല്ലാഹുവേ ഓർക്കണേ മുഅ്മിനീങ്ങളെ, അല്ലാഹു കാക്കട്ടെ. 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ടേബിളിൽ ഇങ്ങനെ കിടക്കുക. വീട്ടിൽ ആ കുട്ടി വാപ്പാനെ കാത്തിരിക്കുന്ന 7ഉം 4ഉം വയസ്സുള്ള, അവിടെ ഇപ്പൊ കരയുന്ന കുട്ടികളെ പോലെയുള്ള കൊച്ചുകുട്ടികൾ വഴിക്കണ്ണുമായി കാത്തിരുന്ന ഭാര്യയുടെ മുന്നിലേക്കാണ് ഫ്ലൈറ്റ് കയറിയ ചേതനയേറ്റ ശരീരം ചെല്ലുന്നത്. അല്ലാ, ആ സഹോദരന് മഗ്ഫിറത്ത് കൊടുക്ക് റബ്ബേ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്കങ്ങനെ ഒരവസ്ഥ തരല്ലേ അല്ലാ. ഒരു വാക്കുപോലും ബന്ധങ്ങൾ പറയാതെ, കടപ്പാടുകൾ തീർക്കാതെ ഫ്രീസറിലാക്കി കൊണ്ടുപോകുന്ന മയ്യത്താക്കല്ല റബ്ബേ. നിങ്ങളുടെ മക്കളെ അനാഥരാക്കല്ലേ അല്ലാ, ഭാര്യമാരെ വിധവകളാക്കല്ലേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ പലരുടെയും കുട്ടികൾ നാട്ടിലാ, ഭാര്യമാര് നാട്ടിലാ, പാപ്പായും ഉമ്മയും അവിടെയാണ്. മരണത്തിന്റെ ദൂതുമായി വരുന്ന ഓരോ ഫോണും ഞെട്ടലുണ്ടാക്കുന്നതാ. റബ്ബേ, ദീർഘായുസ് നൽകണേ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ. ഞങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികളുള്ളവരാ, വാഹന അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ രോഗികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങോട്ട് വരുമ്പോഴും ദുആ ചെയ്യാൻ പറഞ്ഞു ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഭിവന്യ സഹോദരൻ. അല്ലാഹുവേ, ഉപ്പായുടെ ഞങ്ങളുടെ ഉപ്പമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. ക്യാൻസറിനെ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മച്ചിമാര് പലരും പാവങ്ങളാണല്ലാ, രോഗികളാണ് റഹ്മാനെ. ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ. ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ ഈ യാത്രയിൽ പറഞ്ഞ ആളുകളുണ്ട്. ശിഫ നൽകണേ റഹ്മാനെ. ഇതിൽ പലരുടെയും സഹോദരിമാര് കല്യാണപ്രായമെത്തിയവരാ, മക്കൾ അങ്ങനെ എത്തിയവരാ, മനസ്സ് ചൂട് പിടിച്ചിരിക്കുകയാണ്. അല്ലാ, നല്ല ബന്ധങ്ങളെ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. നല്ല ജീവിതം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ പലരുടെയും സഹോദരിമാർ വിവാഹം കഴിഞ്ഞവരാ, ഇതിൽ പലരുടെയും മക്കൾ വിവാഹം കഴിഞ്ഞുപോയവരാ. അസ്വസ്ഥതകൾ പലരും അനുഭവിക്കുന്നുണ്ട്. സമാധാനം കൊടുക്ക് റബ്ബേ. ഇവിടെ പണിയെടുക്കുമ്പോഴും പാറി വരുന്ന ഫോണിൽ പലതും നൊമ്പരമുണ്ടാക്കുന്നതാ. എത്ര ബുദ്ധിമുട്ടി അടങ്ങാറായി കല്യാണം കഴിച്ചു കൊടുത്തിട്ടും പാപ്പാന്ന് വിളിച്ച് നിലവിളിക്കുന്ന മക്കളില്ലേ. അല്ലാഹുവേ, കുടുംബജീവിതം സമാധാനമാക്ക് റബ്ബേ. ഇവിടെ ഇങ്ങനെ പ്രയാസപ്പെട്ടാലും നാട്ടിൽ പോയാൽ ടെൻഷൻ അനുഭവിക്കുന്നവരാ പലരും. റബ്ബേ, സന്തോഷം കൊടുക്ക് റബ്ബേ. ദീനിന്റെ കാര്യങ്ങളിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന സുന്നി സെന്ററിന്, ഇസ്ലാമിക് സെന്ററിന്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്, അങ്ങനെ ഒരുപാട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ അർഹിച്ചതിലേറെ പ്രതിഫലം നൽകു അല്ലാഹ്. അഭിവന്ദനായ സംസാരി ഹക്കീദ് ഉസ്താദ്, അല്ലാഹുവേ ആത്മീയ വർത്തമാനം പറയാനുള്ള കരുത്ത് നൽകു റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ സാരഥികളായ പലരും രോഗികളാ. അഭിവന്ദനായ കോയക്കുട്ടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, രോഗശമനം നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ ഖബർ സ്വർഗവാക്ക് റബ്ബേ. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ റബ്ബേ. അവരുടെ മനസ്സ് ഞങ്ങൾക്ക് വേദനയാക്കല്ല റബ്ബേ. അവരുടെ തൃപ്തി നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് നൽകി റബ്ബേ. ഒരുപാട് കാലം കാണാൻ നീ തൗഫീഖ് നൽകി റബ്ബേ. ഞങ്ങളുടെ സന്താനങ്ങളെ സാലിഹീങ്ങളാക്കി റബ്ബേ. രണ്ടു ലോകത്തും ഉപകാരമുള്ള മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങൾ പ്രയാസപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത്, നാടും വീടും ഉപേക്ഷിച്ച് ഈ മണലാരണ്യത്തിൽ വന്ന് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി അവരുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയിരിക്കുന്നവരാ റബ്ബേ. അവര് വളർന്നു വലുതായി ഉപ്പാനെ ചീത്ത പറയുന്നവരാക്കല്ല റബ്ബേ. ഉമ്മാനെ എതിർക്കുന്നവരാക്കല്ല റബ്ബേ. രണ്ടു ലോകത്തും ഉപകാരമുള്ളവരാക്ക് റബ്ബേ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകമെമ്പാടും ഈ പരിപാടി ശ്രവിച്ച എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിനുവേണ്ടി ഗൾഫ് നാടുകളിലും നാട്ടിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രാസ്ഥാനിക സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അവിടെ കിട്ടുന്ന സമയമനുസരിച്ച് ദീനീ ഉലൂമുകളുടെ ഒരു ലോകത്തിന് സമ്മാനിക്കുകയാണ് റബ്ബേ. അവരുടെ ജീവിതത്തിൽ നീ അനുഗ്രഹം നൽകുന്നതാ. ഈ പരിപാടിക്കെന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സംഘാടകർ എല്ലാവരെയും അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ബന്ധവും അടുപ്പവും നീ സ്വർഗത്തിന് കാരണമാക്കണേ റബ്ബേ. ഇത് ഞങ്ങളുടെ അവസാന കാഴ്ചയാക്കല്ലേ റബ്ബേ. നാളെ നാട്ടിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ അർഹമർ റഹീമീൻ. മക്കത്തു ദിച്ചാനിലാവേ മദീനത്ത നവായ നൂറേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അമ്പിളി തിങ്കൾ നിലാവോ അമ്പരത്തിനാകെ യോലീവോ സല്ലല്ലാഹു അബ്ദുല്ലാഹ് തന്റെ കനിയെ ആമിന പേറ്റ മോനെ സല്ലല്ലാഹു ഇബ്രാഹിം തന്റെ പിതാവ ഫാത്തിമ തന്റെയും താദാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പാരിജാതത്തിന്റെ പൂവേ പാതിരാവിന്റെ നീലാവേ സല്ലല്ലാഹു ഹലത്തി